89.6 FM Sargakshetra SK Hotspot. സർഗക്ഷേത്ര 89.6 FM-ൽ ദാ SK ഹോട്ട്സ്പോട്ടിന്റെ സമയമാണ്. ഒരു പുതിയ ഞായറാഴ്ച വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ ഹോട്ട്സ്പോട്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥിയെ നമ്മൾ ശബ്ദം കൊണ്ട് തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ നിരവധി ഭക്തിഗാനങ്ങളും അതുപോലെ സിനിമാ പാട്ടുകളൊക്കെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ് തന്നെയാണ്. നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ ഇടം പിടിച്ചിരിക്കുന്ന പാട്ടുകളാണ്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ വെള്ളിമുങ്ങ എന്ന സിനിമയിലെ പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ എന്ന് പാടിയ ശബ്ദത്തിനുടമ, അതുപോലെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ കണ്ണിലെ പൊയ്കയില് എന്ന പാട്ടിന്റെ ശബ്ദത്തിനുടമ. അങ്ങനെ നിരവധി മലയാള സിനിമാ ഗാനങ്ങളും ഒപ്പം ഭക്തിഗാനങ്ങളും കൊണ്ട് നമ്മുടെ മനം കീഴടക്കിയ ഗണേഷ് സുന്ദരമാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ ദാ എന്നോടൊപ്പം വന്നിരിക്കുന്നത്. ഗണേഷ് ഏട്ടാ, നമസ്കാരം. 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 എന്തു പറയുന്നു, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു പറയാൻ ചെറിയ കോൾഡും ത്രോട്ട് കൺജഷനും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അയ്യോ, നമ്മൾ പാട്ടുകാരെ സംബന്ധിച്ച് ഇത്തിരി പ്രശ്നമാണ് അല്ലേ? അതെ അതെ അതെ, അതിങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ വന്ന് കയറുണ്ട്. അപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടോ? ഐ മീൻ മെഡിസിൻസ് ഒക്കെ? വലിയ ട്രീറ്റ് ചെയ്യാനൊന്നും മാത്രമില്ല, ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും ചെറിയ മരുന്നുകളൊക്കെ കഴിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാം അല്ലേ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അപ്പൊ ഗണേശേട്ടൻ നമ്മോടൊപ്പം തന്നെ ഉണ്ട് ഇന്നത്തെ SK ഹോട്ട്സ്പോട്ടിൽ. ചേട്ടാ, ചേട്ടനുള്ളിലെ ഈ ഒരു അടിപൊളി ഗായകനെ ആദ്യം തന്നെ കണ്ടെത്തിയത് ആരാണ് എന്നാണ് ആദ്യമായിട്ട് എനിക്ക് അറിയേണ്ട ഒരു കാര്യം. അത് ഞാൻ കുട്ടിക്കാലത്ത് അച്ഛന്റെ വീട്ടിൽ കുറച്ചു വർഷം നിന്നിട്ടുണ്ട്, തീരെ ചെറിയ പ്രായത്തിൽ. അപ്പൊ ആ മുത്തശ്ശന്റെ ചാരുകസരയുടെ പുറകിൽ നിന്നിട്ട് അതിന് രണ്ട് സൈഡിലും ഇങ്ങനെ പൊട്ടുമായിരുന്നു. അപ്പൊ ആ മുത്തശ്ശൻ പറയായിരുന്നു ഇവനെ മൃദംഗം പഠിക്കാൻ വിടണമെന്ന് പറയായിരുന്നു. അതിനുശേഷം അവിടെ ഞാൻ അവിടുത്തെ സ്കൂളിൽ 1-2 വർഷം പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്റെ സീനിയർ ആയിട്ട് എന്റെ അച്ഛന്റെ ഇളയ അനിയൻ, എന്റെ ചെറിയച്ഛൻ സീനിയർ സ്റ്റുഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആനിവേഴ്സറി അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നെ നിർബന്ധിച്ച് കയറ്റി പാടിക്കുന്ന ഒരു പ്രവണത പുള്ളിക്കുണ്ടായിരുന്നു. ഓ, അപ്പോ ഒരു സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഇവർ ഇത്തരത്തിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ അവിടെ തൊട്ടടുത്ത് വാസുദേവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ട്. അവിടെ എല്ലാ മണ്ഡലകാലത്തും 41 ദിവസം ഇങ്ങനെ വൈകുന്നേരങ്ങളിലെ കുട്ടികളുടെ എല്ലാവരും കൂടെ ചേർന്ന് ഭജന പതിവായിരുന്നു. അപ്പൊ അതിലൊക്കെ അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോയിരുന്നു. അതൊക്കെയാണ് നമ്മളുടെ ആദ്യകാലത്തെ പ്രോത്സാഹനങ്ങൾ. അതിനുശേഷം പിന്നെ ഞാൻ തൃപ്പൂണിത്തുറയ്ക്ക് വന്നു വീണ്ടും. അങ്ങനെ പിന്നീട് അമ്മയാണ് പാട്ട് പഠിക്കണമെന്നുള്ള ഒരു നിലപാടിലെത്തുകയും പാട്ട് പഠിക്കാൻ ചേർത്തതും അമ്മയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എത്ര കാലത്തോളം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ടാവും? അത് ഒരു 10 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മളിലേക്ക് എത്തി. അതെ അതെ, നമ്മള് സംഗീതത്തോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു, അതാണ്. അതെ അതെ. അപ്പൊ ചേട്ടാ, ചെറുപ്പത്തിലെ നമ്മള് എല്ലാവരുടെ കഥകളിലും കേൾക്കുന്ന പോലെ തന്നെ സ്കൂൾ കാലങ്ങളിലെ ഈ യുവജനോത്സവത്തിലും അതുപോലെ എന്താ പറയാ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്ത് മത്സരിക്കുന്ന ഒരാൾ തന്നെ ആയിരുന്നില്ലേ ചേട്ടനും? ഞാൻ അത്യാവശ്യമൊക്കെ അങ്ങനെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോ സത്യത്തിൽ കുട്ടിക്കാലം തൊട്ട് തൃപ്പൂണിത്തുറയാണല്ലോ ഞാൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓണാഘോഷം കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് തൃപ്പൂണിത്തുറ അത്താഘോഷത്തോടെ കൂടിയിട്ടാണ്. അപ്പൊ അന്നല്ല ഇപ്പോഴും ഉണ്ട്, അത് അത്തത്തോടനുബന്ധിച്ച് മത്സരങ്ങളുണ്ട്, കലാമത്സരങ്ങളുണ്ട്. അതിലൊക്കെ ലളിതഗാനങ്ങൾ പാടുമായിരുന്നു. കൂടാതെ സ്കൂളിൽ പഠിക്കുമ്പോഴും പാടുമായിരുന്നു. സ്കൂളിൽ നിന്ന് പക്ഷെ അധികം ഞാൻ മുന്നോട്ട് പോയിട്ടില്ല, കാരണം സബ് ഡിസ്ട്രിക്ട് വരെയൊക്കെ എനിക്ക് ചെറിയ സ്കൂളിലൊക്കെ, അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പോലും ഞാൻ അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ കോളേജിൽ വന്നപ്പോഴാണ് സ്റ്റേറ്റ് ലെവലിലൊക്കെ, യൂണിവേഴ്സിറ്റി തലത്തിൽ ഒക്കെ പ്രൈസ് കിട്ടിയത് കോളേജിൽ വന്നിട്ടാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഗണേശേട്ടാ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യേ, ഇപ്പൊ ആ അത്തത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മത്സരത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ചെറിയൊരു 2 വരി നമുക്ക് പാടാനായിട്ട് പറ്റുമോ? ശ്രീ രാജ്മോഹൻ വർമ്മ എഴുതി KN ഉദയൻ സംഗീതം നൽകിയ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു പാട്ടിന്റെ പല്ലവി പാടാം. തേജോമയം നിന്റെ സ്നേഹവായ്പുകളൻ ഏതോ സങ്കൽപ്പത്തിൻ സായുജ്യമാകവേ. തേജോമയം നിന്റെ സ്നേഹവായ്പുകളൻ ഏതോ സങ്കൽപ്പത്തിൻ സായുജ്യമാകവേ. ചാരത്തു വന്നു നീയേ വിചക്ഷതങ്ങളോ ചാരിതാർത്ഥ്യത്തിൻ സുഖനോവുകൾ. ചാരത്തു വന്നു നീയേ വിചക്ഷതങ്ങളോ ചാരിതാർത്ഥ്യത്തിൻ സുഖനോവുകൾ.
ആയിരുന്നു ആ പാട്ടിന്റെ ഓ ഗണേശേട്ടാ, അപ്പൊ ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യട്ടെ. റിസൾട്ട് അനൗൺസ് ചെയ്തോളൂ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ഗണേഷ് സുന്ദരം. അപ്പൊ ഗണേശേട്ടാ സൂപ്പർ ആയിരുന്നു. ഞാൻ പറയേണ്ട കാര്യമില്ല, എങ്കിലും ശരിക്കും ഞാനിന്ന് കണ്ണടച്ചിരുന്ന് കേട്ടുപോയിട്ടോ. ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. എന്തായാലും നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടാവും ഞാൻ ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ, ഉറപ്പായിട്ടും. അതുപോലെ ചേട്ടാ, അന്ന് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇതുപോലെ മത്സരങ്ങളിൽ പാടി ഇങ്ങനെ ഗായകൻ എന്നൊക്കെ പറയുമ്പോ ആളുകളൊക്കെ കൂടുന്ന അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ? തീർച്ചയായിട്ടും അന്ന് ഈ സോഷ്യൽ മീഡിയ എന്തായാലും ഇല്ല. മാത്രമല്ല വിഷ്വൽ മീഡിയ ആണെങ്കിൽ പോലും TV ആണെങ്കിൽ പോലും അന്ന് ഇത്ര പ്രചാരത്തിലായിട്ടില്ല. അപ്പോ നമ്മൾക്കൊക്കെ അന്നത്തെ ഒരു വേദി എന്ന് പറയുന്നത് ഈ വർഷത്തിൽ ഒരിക്കലുള്ള ഇത്തരത്തിലുള്ള ഒരു കലോത്സവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതെ അതെ അതെ, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക, അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും, നിരന്തരം പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അവസാനം കയറി പാടും. അപ്പൊ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ 3 വർഷം എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ എന്റെ സമകാലീനരായിട്ടുള്ള കാര്യമെല്ലാം അങ്ങനെ തന്നെ ഇത്തരം മത്സരവേദികളിലൂടെ ശ്രദ്ധേയരായിട്ട് വന്നത് തന്നെ ആയിരുന്നു. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പബ്ലിക്കിന്റെ ഒരു അറ്റൻഷൻ കിട്ടാനുള്ള ഒരു വേദി എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. അത് പത്രങ്ങളിൽ അതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് വരും, നമ്മുടെ ഫോട്ടോയൊക്കെ വരും. അതൊക്കെ ഒരു വലിയ സന്തോഷമായിരുന്നു. നമ്മളെ ഇന്നും അത് തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട്. അന്ന് നിങ്ങൾ പാടിയ പാട്ടെന്നോ അല്ലെങ്കിൽ അന്ന് നിങ്ങൾ മത്സരത്തിൽ വിജയിച്ചത് ആയിരുന്നല്ലോ എന്നൊക്കെ പറയുന്നത് അപൂർവം ചിലർ ഇപ്പോഴും അതൊക്കെ ഓർക്കുന്നവരുണ്ട്. ഓ, ആ സമയം അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഒരു എന്താ പറയാ സന്തോഷം എന്ന് പറയുന്നത് വേറൊരു ലെവലായിരിക്കും. തീർച്ചയായിട്ടും, പിന്നെ എന്താ സംശയമില്ല. ഓക്കെ, അപ്പോ ഇന്നത്തെ SK ഹോട്ട്സ്പോട്ട് സംഗീത ലയമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗണേശേട്ടനാണ് ഒപ്പം ഉള്ളത്. കൂടെയുള്ളത് അന്നയാണ്. കേട്ടോടെയിരിക്കൂ SK ഹോട്ട്സ്പോട്ട് ഓൺ ലിയോൺ സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. അപ്പോ നമ്മള് സംഗീതലയ മാധുരി നിറഞ്ഞ സംഗീതലയ മാധുരി എന്നൊക്കെ പറയുമോന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാണ്. എന്തായാലും അതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു SK ഹോട്ട്സ്പോട്ടിലേക്കാണ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം കൂടെയുള്ളത് ഭക്തി ഗാനങ്ങളിലൂടെയും അതുപോലെ അടിപൊളി സിനിമാ ഗാനങ്ങളിലൂടെയും നമ്മുടെ മനസ്സിൽ തറച്ചു കയറിയ ശബ്ദമാണ്, ശബ്ദത്തിനുടമയാണ് ഗണേഷ് സുന്ദരം. ചേട്ടാ, നമ്മള് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നിരിക്കുകയാണല്ലേ വീണ്ടും ഹോട്ട്സ്പോട്ടിലേക്ക്. അതെ അതെ. ഓക്കെ, ഇനി ചേട്ടാ ചോദിക്കാനുള്ളത്, ചേട്ടന്റെ ആ ഒരു എന്താ പറയാ തുടക്കത്തെ ആ ഒരു കാലഘട്ടം മീൻസ് ഈ ഒരു പാട്ടിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി സംഗീത ലോകത്തിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്ന സമയത്ത് ചേട്ടനെ ഒരു ടീച്ചറുടെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു മെന്ററിന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ പഠിപ്പിച്ചെന്ന ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ അവരാരൊക്കെയായിരുന്നു? അത് തീർച്ചയായിട്ടും ഉണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഒരു ഗായകൻ ആകണം അല്ലെങ്കിൽ സംഗീതം എന്റെ ഉപജീവന മാർഗമാകും എന്നൊന്നും കരുതി വന്ന ആളല്ല. കാരണം എന്റെ അമ്മയും അച്ഛനും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പൊ അവരെ പോലെ ഒരു ക്ലറിക്കൽ ജോബൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനിപ്പം പാരലായിട്ട് നമ്മൾ ഈ സംഗീതം തേടി പോവുകയും അത് കൂടുതൽ അഭ്യസിക്കാൻ ശ്രമിക്കുകയും അത് സ്ഥാപനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്, കോളേജ് വിദ്യാഭ്യാസ കാലത്ത്. അപ്പൊ അങ്ങനെ നമ്മളതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പണിയെടുത്തു എന്നുള്ളത് സത്യമാണ്. അപ്പോ അങ്ങനെ വന്നപ്പോൾ നമുക്കിങ്ങനെ അവസരങ്ങൾ ഓരോന്നും ഉരുത്തിരിഞ്ഞു വന്നു. നമ്മള് ഒരു ലക്ഷ്യം ഉണ്ടാവും. ഇപ്പൊ നമുക്കിപ്പോ മത്സരം യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു പ്രൈസ് വിൻ ചെയ്യുക എന്നുള്ളത് എന്റെ ഒരു അംബീഷൻ ആയിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടു. അപ്പൊ അതിനൊരു റിസൾട്ട് ഉണ്ടായി. അപ്പൊ അതിനെ തുടർന്ന് ആ സമയത്ത് തന്നെ ഞാൻ പ്രൊഫഷണൽ ഗ്രൂപ്പുകളിലൊക്കെ പാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങളുടെ തൃപ്പൂണിത്തുറയിൽ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തൃപ്പൂണിത്തുറ ശ്രുതി ഓർക്കസ്ട്ര എന്നൊരു ഓർക്കസ്ട്ര ഉണ്ട്. അത് ഇപ്പൊ ഒരു 36-37 വർഷമായി. അന്ന് തുടക്കകാലം തൊട്ട് ഞാൻ അതിന്റെ ഒപ്പം ഉള്ളതാണ്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്നത്തെ ചില പ്രമുഖ ഗായകരും അതിൽ അന്ന് ഉണ്ടായിരുന്നതാണ്. ഞങ്ങളെല്ലാവരും കൂടെ ആ ഗായകരും ഒക്കെ ചേർന്നിട്ട് ഒരു ലൈവ് കാസറ്റ് അന്ന് ഞങ്ങൾ 2-3 പാട്ട് വീതം പാടുകയും അത് പിന്നെ മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് റെക്കോർഡിംഗ്, കാസറ്റ് റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് അതായിരുന്നു. അതിനുമുമ്പ് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡീഷൻ പാസ്സായിട്ടുണ്ടായിരുന്നു. അതാണ് ആക്ച്വലി എന്റെ ഫസ്റ്റ് റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് അതാണ്. പിന്നെ ആ സമയത്ത് തന്നെ അമ്മ കാസറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി രൂപീകരിക്കപ്പെട്ടു. അത് എന്റെ ഒരു അകന്ന ബന്ധു ഷിബാബു കോയിപ്പുറത്തായിരുന്നു അതിന്റെ ഉടമ. അദ്ദേഹം എഴുതിയ കുറച്ച് ഗാനങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് ചിട്ടപ്പെടുത്തി അത് പുറത്തിറക്കണം എന്നൊരു മോഹം എന്റെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച എന്റെ ചെറിയച്ഛനോട് പറയുകയും അദ്ദേഹമാണ് എന്നെ സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ. ഓ, ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്. അതെ അതെ അതെ. അല്ല, എനിക്ക് ബാബു കോയപ്പുറത്ത് എന്റെ ബന്ധുവായതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കുട്ടിക്കാലത്ത് എനിക്ക് അറിയാവുന്നതാണ്. അടുത്ത ബന്ധം ഞാൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങള് കുടുംബപരമായിട്ട്. അപ്പൊ അങ്ങനെ അറിയാം. അപ്പൊ അതിനും അദ്ദേഹം ചെറിയൊരു നിമിത്തമായി അദ്ദേഹം ആണെന്നാണ് എന്റെ ഓർമ്മ സജസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ അവരുടെ ഒരു സ്ഥിരം ഗായകനായി മാറി ഞാൻ ഈ അമ്മ കാസറ്റ്സിന്റെ. അപ്പൊ ആ കൂട്ടത്തിൽ ഇങ്ങനെ
മത്സരങ്ങളിൽ വിജയിക്കുന്നു, ഇങ്ങനെ കാസറ്റുകളിൽ അവസരങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ അവസരം വരുന്നു. അങ്ങനെ പതിയെ പതിയെ അപ്പൊ ഡിഗ്രി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സമയത്ത് പിന്നീട് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ അവസരങ്ങളുണ്ടല്ലോ പലതായിട്ട്, ഇങ്ങനെ നമ്മൾ അതിൽ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയി മ്യൂസിക്കിൽ. അപ്പൊ പിന്നെ അതങ്ങ് പ്രൊഫഷണൽ ആക്കാമെന്ന് തീരുമാനം അപ്പോൾ എടുത്തതാണ്. ഓക്കെ, അപ്പോ നമ്മള് ഒരു പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ ആ ഒരു പാഷനെ പ്രൊഫഷൻ ആക്കിയിരിക്കുകയാണ് ഗണേശേട്ടൻ. അതെ. ആ സമയത്ത് തന്നെയാണ് ഞാൻ സിനിമയിൽ പാടുന്നത്. ഒരു എന്താ പറയാ 2002 2002 ആദ്യമായിട്ട് പാടിയത്. അതെ. അതിന് കാരണക്കാരൻ എന്റെ ചെറിയച്ഛനാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ശ്രീനി സാർ ഡയറക്ട് ചെയ്ത കായംകുളം കനാരൻ എന്നുള്ള സിനിമയിലാണ് ഞാൻ ആദ്യം പാടുന്നത്. അപ്പൊ ഇവര് ഒരു ക്ലാസ്മേറ്റ്സ് ആയതുകൊണ്ട് ഇദ്ദേഹം എന്നെ സജസ്റ്റ് ചെയ്യുകയും അങ്ങനെ അതിൽ പാടാനൊരു അവസരം ഉണ്ടായി. ശരിക്കും സിനിമയിലൊക്കെ പാടുക എന്ന് പറയുന്നത് എല്ലാ ഗായകരുടെയും ഒരു വലിയൊരു ലക്ഷ്യമായിരിക്കും. അപ്പൊ ചേട്ടൻ ആദ്യമായിട്ട് ആ പാട്ട് പാടിയതിനു ശേഷം എന്തായിരുന്നു ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? അല്ല, അത് അങ്ങനെ കാര്യമായ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. കാരണം ആ സിനിമ അങ്ങനെ വിജയിച്ചില്ല, ഈ പാട്ട് അങ്ങനെ ആരിലും എത്തിയില്ല. ഇന്നത്തെ മാതിരി ചാനൽസിലും അങ്ങനെ ഒന്നും കാര്യമായിട്ടൊന്നും അത് വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് അന്ന് പ്രൊമോഷൻ കൊടുക്കാനുള്ള തരത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? അങ്ങനെയുള്ള സാധ്യതകൾ ഇല്ലായിരുന്നല്ലോ. ചെറിയ റൈറ്റപ്സ് ഒക്കെ പിന്നെ മാഗസിൻസില് അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു എന്നുള്ളതല്ല, അങ്ങനെയൊക്കെ അതങ്ങ് പോയി. ഓക്കെ. എങ്കിലും ആ ഒരു പാട്ട് പാടിയതിനു ശേഷം ചേട്ടൻ ഉണ്ടായിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കുമല്ലോ സിനിമയിൽ പാടി എന്നുള്ള. നമുക്കും സിനിമയിൽ പാടാം എന്നൊരു തോന്നലുണ്ടായി. അതാണ് കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം സിനിമ ഒന്നും എന്റെ ചിന്തയിൽ ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. കാരണം സിനിമയില് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ലെജൻസ് ആണല്ലോ. സാർ അല്ലെങ്കിൽ ലതാ മങ്കേഷ്കർ, SPB, ജയചന്ദ്രൻ സാർ, സുശീലാമ്മ എന്നൊക്കെ പറയുന്നത് നമ്മളെ ഈശ്വരതുല്യം കാണുന്ന അത്രയും കണ്ട് ഉയരങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അവര് വിഹരിക്കുന്ന ഒരു മേഖലയിലേക്ക് എത്തപ്പെടാനുള്ള ഒരു യോഗ്യതയൊന്നും ഉള്ളതായിട്ട് എനിക്ക് അന്നും തോന്നിയിട്ടില്ല, ഇന്നും ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ലോട്ടോ തോന്നുന്നേ. നല്ല കാര്യം, അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ സന്തോഷം, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെല്ലാം ചേട്ടന്റെ സ്വരം പതിഞ്ഞിട്ടുണ്ട് ചേട്ടാ. പാടണം എന്ന് ഉള്ള മോഹം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. പാട്ട് പക്ഷേ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. ഞാൻ പാടിയ ഒത്തിരി പാട്ടുകൾ അത് ഒരു പക്ഷേ സിനിമ ഗാനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അല്ലാതെയുള്ള ഭക്തിഗാനങ്ങളാണെങ്കിലും ഒക്കെ ധാരാളം ആളുകൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായി. ഞാൻ കുഴപ്പമില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പാട്ടുകാരനാണെന്നൊരു തോന്നൽ അങ്ങനെ എനിക്കുണ്ടായത്. ഓക്കെ. അപ്പൊ ഗണേശ് ചേട്ടാ, ഇനി ചോദിക്കാനുള്ളത്, ചേട്ടൻ പാടിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമാ ഗാനങ്ങളുടെയും പിന്നിലുള്ള ഒരു മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബിജിപാൽ സാറാണ് അല്ലെ? അതെ. ഞാൻ പാടിയതിൽ ഒരു ബിജിപാലിന്റെ സംഗീതത്തിൽ മാത്രം 20 തരം ഗാനങ്ങൾ പാടി. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 10-35 പാട്ടുകളൊക്കെ ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പൊ ഇത് നിലവിൽ പാടിയതിൽ ഒരു 65-70% ഗാനങ്ങള് ബിജിപാലിന്റെ സംഗീതത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരു പകുതിയിലധികവും പാടിയിരിക്കുന്നത് നമ്മുടെ ബിജിപാലേട്ടന്റെ ഒരു മ്യൂസിക്കിൽ പിറന്ന പാട്ടുകളാണ്. അതെ. അപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു സൗഹൃദം എങ്ങനെയാണ് ഗണേശ് ചേട്ടാ, പറയൂ. 2000 തുടക്കത്തിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് ബിജിക്ക് എന്നെ അറിയാം. ഞാൻ ഈ യൂണിവേഴ്സിറ്റി പ്രൈസ് വിന്നറൊക്കെ ആയിരിക്കുന്ന സമയത്ത് ബിജിയും ആ മത്സരവേദികളിൽ ചിലതിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ബിജി പറയുന്നത്. പക്ഷെ എനിക്കത് ബിജി അറിയില്ല. ഞങ്ങളൊന്നും പരസ്പരം പരിചയപ്പെട്ടില്ല. ഞാനാണെങ്കിലും ബിജി ആണെങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോയി ഇങ്ങനെ പരിചയപ്പെടുക അല്ലെങ്കിൽ ഇടപെടുക ചെയ്യുന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് ആയിരിക്കും ഞങ്ങൾ പരസ്പരം കണ്ടില്ല. അവിടെ ബിജി കുറച്ചുകൂടെ പിന്നോട്ട് നിൽക്കുന്ന ആളാണ് ആ കാര്യത്തിൽ. പക്ഷെ പിന്നീട് ബിജി ബാലിന്റെ എനിക്കൊന്ന് 2ാമത്തെ ആൽബം 2000 ഇറങ്ങുന്നത് എന്റെ ഓർമ്മ. അന്ന് തൊട്ടുള്ള സൗഹൃദം ആണ് ഉള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ ധാരാളം ആൽബം സോങ്സും പിന്നെ ഈ പറഞ്ഞ 20-22 സിനിമാ ഗാനങ്ങളും വിജയുടെ സംഗീത സംവിധാനത്തിൽ പാടാൻ സാധിച്ചു. ഇതിൽ ഒരു പ്ലേബാക്ക് സിംഗർ എന്നുള്ള ഒരു ഇമേജ് എനിക്ക് നേടിത്തന്നത് ബിജിപാലിന്റെ പാട്ടുകളിലൂടെയാണ്. അത് വയലിൻ എന്നുള്ള സിനിമയിലെ പാട്ടാണ് അത്തരത്തിൽ എനിക്ക് ഒരു അറ്റൻഷൻ തന്ന ആദ്യത്തെ ഗാനം. ഗണേശേട്ടാ, ആ പാട്ടിന് എനിക്ക് ഒരു വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം ഞാൻ ആ പാട്ട് ഇറങ്ങിയ സമയത്ത്, ഞാൻ ഈ പാട്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓഡിയോ ശ്രദ്ധിക്കുന്നതിനും കൂടുതൽ വീഡിയോ ആണല്ലോ. നമ്മൾ TV-യിലാണ് ആദ്യമായിട്ട് ഞാൻ ആ വീഡിയോ കണ്ടത്. ആ പാട്ട് കണ്ടത് TV-യിലായിരുന്നു. അപ്പോൾ ഈ പാട്ടിന്റെ തുടക്കത്തെ ആ വരി എന്ന് പറയുന്നത് ഹിമകണമണി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു സ്പീഡായിട്ടുള്ള വരികളാണല്ലോ. അപ്പൊ ഞാനും എൻ്റെ സിബ്ലിങ്സും തമ്മിൽ ഈ ഒരു വരികള് പാടി പഠിക്കാനായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട് ഈ ഒരു പാട്ടിനെ പറ്റിയിട്ട്. അപ്പോ അത് പാടിയ ആള് ഞാൻ ഇന്ന് സംസാരിക്കുന്നു പറയുമ്പോ ഐ ഫീൽ സോ പ്രൗഡ്. എന്തായാലും ചേട്ടാ, ആ ഒരു മെമ്മറി എനിക്ക് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി ആ പാട്ടിന്റെ 2 വരി ഒന്ന് പാടാമോ? തീർച്ചയായിട്ടും പാടാം. ഹിമകണമണിയുമി മലരിതൽ തഴുകുമൊരിളവയിൽ വിരലുകളെ അലകളിൽ ഇളകിയും ഇലകളിൽ ഇടറിയുമീ വഴി കനികളിൽ നിറയുമി മധുരസ കണികകൾ നുകരുത കുരുവികളെ
വരിക പുൽത്തുമ്പിലറിയ നീർത്തുള്ളി എഴുതിയ കവിതയിലെ വരിപ്പോ. അടിപൊളി. എനിക്ക് സ്റ്റിൽ ഒരു ഗൂസ് ബംസ് വരുന്ന മൊമെന്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാട്ട്. എസ്പെഷ്യലി അതിൽ അഭിനയിച്ചിരിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ആ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ട്. ആ പാട്ടും കൂടെ പഠിക്കാനുള്ള ഒരു ഭയങ്കര ആവേശമായിരുന്നു. ഞാനത് ഇപ്പൊ പറയാനുള്ള കാരണം അത്രയും ഞാനത് ഓർത്ത് വെക്കുന്നതുകൊണ്ടാട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട രണ്ട് ആക്ടേഴ്സ് ആണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, നമ്മുടെ ആസിഫ് അലിയും നിത്യ മേനോനും. അതെ അതെ. ഓക്കെ, അതുപോലെ ഇപ്പോ ബിജു ബാലേട്ടൻ അല്ലാതെ ഈ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡില് ചേട്ടൻ ഇപ്പോഴും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പുകൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുപോലെയുള്ള മറ്റുള്ളവർ ആരൊക്കെയായിരിക്കും? എനിക്ക് ഞാൻ പിന്നെ പാടിയിട്ടുള്ളത് വിശ്വേട്ടന്റെ പാട്ടാണ്, കൈതപ്രം വിശ്വനാഥ്. അദ്ദേഹം ആയിട്ട് വളരെ വളരെ അടുത്തൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരുമായിട്ടും അങ്ങനെയാണ്, ഞാനുമായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു സങ്കടമാണ്. പാവം മനുഷ്യനായിരുന്നു. പിന്നെ അസൽ യൂസഫ് എന്നുള്ള സുഹൃത്താണ്. പിന്നെ കോട്ടയത്തുള്ളൊരു ജോൺസൺ ഉണ്ട്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു പാട്ട് പാടിയത് ജേസൺ ജെ നായരുടെ പാട്ടാണ് പാടിയിരിക്കുന്നത്. അത് അദ്ദേഹമായിട്ട് ഞങ്ങള് എന്താ പറയാ, അദ്ദേഹം ഇവിടെ പഠിക്കുന്ന കാലം തൊട്ടുള്ള, അക്കാഡമിയിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ള അറിവ് പരിചയമുണ്ട് എനിക്ക്. വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതെ. ഓക്കെ, അപ്പോ ഇനിയും നല്ല നല്ല സൗഹൃദങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ എന്തായാലും ഗണേശേട്ടന്റെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. പക്ഷെ രണ്ട് പാട്ടുകൾ നമുക്ക് കേൾക്കേണ്ട ഒരു സമയമാണല്ലേ ഗണേശേട്ടാ? അതെ അതെ, കുറച്ച് നമ്മൾ സംസാരിച്ചു, കുറച്ചൊന്ന് നമുക്ക് വെള്ളമൊക്കെ കുടിക്കാനുള്ള ഒരു സമയമാണ്. എന്തായാലും പാട്ടുകൾ വരുന്നുണ്ട്, കേട്ടോണ്ടേയിരിക്കൂ. SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ളത്. അന്ന ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ് അരങ്ങേറുന്നത്. ഇന്ന് നമ്മോടൊപ്പം സംഗീതത്തിന്റെ ഒരു വലിയ ആളാണ് കൂടെയുള്ളത്, നമ്മുടെ സ്വന്തം ഗണേഷ് സുന്ദരം. ഗണേഷ് ചേട്ടന്റെ കുറെ വിശേഷങ്ങൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സിനിമാ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പിന്നണി ഗായകൻ എന്ന നിലയിലേക്ക് എത്തിയ അവസ്ഥകളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, സ്റ്റോറീസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഈ സമയത്താണ് ചേട്ടൻ ഇടയിൽ സൂചിപ്പിച്ചതുപോലെ സ്റ്റേജ് ഷോസിന്റെ കാര്യം ആണ് ഇനി ചോദിക്കാനുള്ളത് കേട്ടോ ഗണേഷ് ചേട്ടാ. മെയിൻ നമ്മുടെ പാട്ട്, അതായത് എപ്പോഴും നമുക്ക് ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും സ്റ്റേജ് ഷോസ് കൂടുതലും, അല്ലേ? അപ്പോ ചേട്ടനാണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റേജ് ഷോസിൽ പാടിയിട്ടുള്ള ഒരു ഗായകനാണ്. അതുകൊണ്ട് തന്നെ കുറെ ഓർമ്മകൾ നൽകിയ ഒരു സ്ഥലം കൂടിയായിരിക്കും ഓരോ വേദികളും. അപ്പോ അതിൽ ഏതെങ്കിലും എടുത്ത് പറയാനുണ്ടോ? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ, തുടക്കകാലത്ത് ഞാൻ തുടങ്ങിയത് ഞങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെ ഒരു സൗഹൃദ കൂട്ടായ്മയിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നത്. അത് എപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യമാണ്. എനിക്കൊന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അത് എക്സാം കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു. അങ്ങനെ പറയുമ്പോൾ കൃത്യമായി പറയാൻ 40 വർഷം മുമ്പാണ് ആദ്യമായിട്ടൊരു സ്റ്റേജിൽ പാടുന്നത്. തമ്പൂർ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് ഓർക്കസ്ട്ര തൃപ്പൂണിത്തുറയിൽ തന്നെയുള്ള പള്ളിപ്പാട്ട്, തിരുവാങ്കുളം പള്ളിപ്പാട്ട്, മാമല പള്ളിപ്പാട്ട് ദേവീക്ഷേത്രത്തിൽ ആദ്യം പാടുന്നു. അതിനുശേഷം ചട്ടനക്കര ദേവി സന്നിധിയിൽ അതേ ട്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം. ഈ 2 പ്രോഗ്രാം എപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ തൃപ്പൂണിത്തുറ ശ്രുതി ഓർക്കസ്ട്രയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസ് എന്ന് പറഞ്ഞ് വളരെ തിരക്കുള്ള ഒരു, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ട്രൂപ്പുകളിലൊന്നാണ്. അതിലേക്ക് എന്നെ അവിടുത്തെ തബലിസ്റ്റ് ആയിട്ടുള്ള ഗോപിച്ചേട്ടൻ എന്നെ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ അവിടെ പോയി പാടുന്നത്. അവിടെ 2 വർഷം പാടിയിരുന്നു. അത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോ വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്നവരെ പോലെ ഇന്ന് ഇറങ്ങിപ്പോയ പിന്നെ എപ്പോഴോ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് എന്നും പ്രോഗ്രാമാണ്. ഒരു ദിവസം 3 പ്രോഗ്രാം വരെ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം. അങ്ങനത്തെ അത്ര തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അത് വലിയൊരു ഹെൽത്ത് ഇഷ്യൂവും ഒക്കെ. അപ്പൊ ഈ സീസണൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്നെ നാട്ടുകാരും വീട്ടിൽ തിരിച്ചറിയാത്ത അത്ര കോലത്തിലാണ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, അങ്ങനെ പിന്നീട് മറ്റ് കൊച്ചിൻ CAC, കൊച്ചിൻ പോക്സ് അങ്ങനെയൊക്കെയുള്ള ട്രൂപ്പുകളിലൊക്കെ പാടിയിരുന്ന കാലത്ത് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ മിസ്സാവുമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ്, വിഷു, ഇതിനൊക്കെ നമ്മൾ വീട്ടിലുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നെ കുറെ കഴിഞ്ഞപ്പോ അത് പിന്നെ ഞാൻ ആ ദിവസങ്ങളിൽ പ്രോഗ്രാമിന് പോകണ്ടെന്നൊരു തീരുമാനം എടുത്തു. പിന്നെ ഞാൻ അധികം അത്തരം ദിവസങ്ങളിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ലെന്നുള്ളത്. അതിന് വേറൊരു കാരണം വെച്ചാൽ ഞാൻ പിന്നെ എന്റെ മാത്രം പ്രോഗ്രാംസിൽ, ഞാൻ ലീഡ് ചെയ്യുന്ന പ്രോഗ്രാംസിലേക്ക് മാത്രം ഒതുങ്ങുകയും ചെയ്തു. അല്ല, അങ്ങനെ വന്നപ്പോ പിന്നെ എനിക്ക് ഈ ഇത്തരം വിശേഷ ദിവസങ്ങളിൽ വീട്ടിലിരിക്കാൻ സാധിക്കുന്നുള്ളൊരു സന്തോഷമായിരുന്നു. ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ വലിയ സന്തോഷമല്ലേ? അല്ലെ? ആ ടൈമൊന്നും, അല്ലെങ്കിൽ ആ ഒരു സമയം നമുക്ക് തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ്. അതെ. ഓക്കെ ചേട്ടാ, അതുപോലെ ഈ സ്റ്റേജ് ഷോസിന്റെ സമയത്തൊക്കെ നമ്മൾ ലൈവായിട്ട് ആളുകളെ ഫേസ് ചെയ്തിട്ട് സ്പോട്ടിലാണ് പാടുന്നത്. നമുക്കൊന്ന് റീ റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കറക്ഷനോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്.
റീടേക്കിന് സാഹചര്യം ഇല്ല. അതെ, റീടേക്ക് ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അത്രയും പ്രൊഫഷണലിസം നമ്മൾ ചെയ്യേണ്ട ഒരു വേദി കൂടിയായിരിക്കും എല്ലാ സ്റ്റേജ് ഷോസും. അപ്പോൾ ആ സമയത്ത് ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, അവർ ഫീഡ്ബാക്ക് ഒക്കെ പറയാറുണ്ടോ? തീർച്ചയായിട്ടും പറയും. പിന്നെ അത് നന്നായിരുന്നാൽ നന്നായെന്നും പറയും, മോശമാണെങ്കിൽ അപ്പൊ തന്നെ പോവുകയും ചെയ്യുമല്ലോ. റിയാക്ഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ടെന്നല്ലേ? സ്പോട്ടിൽ കിട്ടും. അല്ല, നല്ല രീതിയിലുള്ള കറക്ഷൻസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ലേ? അങ്ങനെ അറിവുള്ളവര് അപൂർവമായിട്ട് വന്ന് പറയുകയും ചെയ്യാറുണ്ട്. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 അത് അങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള സജഷൻസ് ഒക്കെ ചിലർ വന്ന് പറയാറുണ്ട് എന്ന് പറയായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ സോഷ്യൽ മീഡിയാസിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഇവന്റ് ആണെങ്കിൽ പോലും അപ്പോഴേക്കും വൈറലാവും. കാരണം എല്ലാവരും ഒക്കെ പോസ്റ്റ് ചെയ്ത് റീഷെയർ ചെയ്ത് അങ്ങനെ. പക്ഷെ പണ്ടാണെങ്കിൽ നമ്മളാ കാണുന്നത് ആ മനസ്സിൽ ആ നേരത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ കറക്ഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ പറയേണ്ട ഒരു അവസ്ഥയായിരിക്കും അല്ലേ? അതെ അതെ. അല്ല, അത് ചിലർ മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പ്രോഗ്രാംസ് ഒക്കെ അവര് അപൂർവമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസവും ആരോ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നടത്ത് ഇന്ന പ്രോഗ്രാമിൽ നിങ്ങളെ പാടി ഇന്ന പാട്ടാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാകും. അവരതിപ്പോഴത് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അന്ന് അവർക്ക് ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ ഞാൻ പാടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതെ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അന്ന് ഇതുപോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ ഇപ്പോഴും അന്നത്തെ സ്റ്റേജ് ഷോസിന്റെ? അന്നത്തെ അപൂർവം കുറച്ച് ചില വീഡിയോസ് ഒന്നുമില്ല, ചില അപൂർവം ചില ഒന്ന് രണ്ട് കുറച്ച് ഫോട്ടോസ് ഉണ്ടെന്ന് മാത്രം. അതിങ്ങനെ ഇടയ്ക്കെടുത്ത് നോക്കാറുണ്ടോ? ആൽബംസ് ഒക്കെ എടുത്ത് റീഅറേഞ്ച് ചെയ്യേണ്ടി വരുമ്പോ അതൊക്കെ തുറന്ന് നോക്കും, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഗണേഷ് ഏട്ടന്റെ സ്റ്റേജ് വിശേഷങ്ങളാണ് കേട്ടത്. എന്തായാലും പ്ലേ ബാക്ക് സിംഗർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഗണേഷ് ഏട്ടൻ ഒരു മെയിൻ സമയവും സ്റ്റേജ് ഷോസിന് വേണ്ടിയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ ഒരു മെയിൻ ഫീൽഡിലെ വിശേഷങ്ങളാണ് നമ്മളിതാ ഇപ്പൊ കേട്ടത്. ഇനി നമുക്ക് കുറെ അധികം വിശേഷങ്ങൾ ഗണേഷ് ഏട്ടന്റെ അറിയാനുണ്ട്. കേട്ടോണ്ടിരിക്കൂ, SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ളത്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മൾ എല്ലാവരും കേട്ട് മനസ്സിൽ പതിഞ്ഞ സ്വരമാണ് ഗണേഷ് സുന്ദരം എന്ന ഗായകൻ, പിന്നണി ഗായകൻ. ഗണേഷ് ഏട്ടാ, ഇനി നമ്മുടെ സംസാരത്തിനിടയിൽ നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട്. നമ്മള് ഇടയിലൊന്ന് സംസാരിച്ചിരുന്നു, ഓണത്തിന്റെ വിശേഷങ്ങൾ ഇങ്ങോട്ട് പറ. എന്താണ് അവസ്ഥ? ഓണം നമുക്ക് എന്താ പറയുക, ഓർമ്മയാണല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും നൊസ്റ്റാൾജിയാണ്. സത്യം പറഞ്ഞാൽ നൊസ്റ്റാൾജിക് ആണ് ഓണം. നമ്മള് ഈ പ്രസന്റിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ പോലും എന്നെയൊക്കെ സംബന്ധിച്ച്, എന്നെ നല്ല പൊതുവില് പറയുമ്പോൾ കുട്ടിക്കാലത്തെ ഓണമാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ശരിയാണ്. 5 കൊല്ലത്തെ മുന്നുള്ള ഓണം, അതൊക്കെയായിരുന്നു ഓണം എന്ന് നമ്മൾ എപ്പോഴും പറയുമല്ലേ? ഞാൻ 5 കൊല്ലത്തിന് മുമ്പ് അല്ല, ഒരു 50 കൊല്ലം മുമ്പുള്ള ഓണത്തിന്റെ കാര്യം ഞാൻ പറയും. ഓക്കെ ഓക്കെ. അല്ല, അന്നൊന്നും ആലോചിക്കല്ലോ, കേരളം എന്ന് പറഞ്ഞാൽ ഇത്ര കണ്ട് സമൃദ്ധമായിട്ടുള്ള ഒരു നാടായിരുന്നില്ല സാമ്പത്തികമായിട്ട്. എന്നാലും എല്ലാരും ഓണം ആഘോഷിക്കും, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയത്തില്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇപ്രാവശ്യം ഓണത്തിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ? അങ്ങനെയില്ല. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമുക്ക് ഓണം ഒരു അറിവ് വെച്ച കാലത്തൊട്ട് നമ്മളുടെ എന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഓണം അങ്ങനെ 100% സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലുള്ള അരക്ഷിതാവസ്ഥകളുണ്ടല്ലോ, മറ്റ് നമ്മളെ പോലെ ഇതൊന്നും സാധിക്കാത്ത കുറച്ചുപേർ ഇപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്, നമ്മുടെ ചുറ്റും ഉണ്ട്. അപ്പൊ അവരെ കുറിച്ചുള്ള ഒരു ആലോചന എന്തായാലും എന്റെ മനസ്സിലേക്ക് വരും. കാരണം ഈ ഓണ ദിവസം അല്ലാത്തപ്പോ നമ്മൾ ചിലപ്പോൾ തിരക്കിൽപ്പെട്ട അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെയില്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ പക്ഷെ നമ്മളത് ഞാൻ മറക്കാറില്ല. അത് എന്താണെന്നറിയില്ല, അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടത്തിൽ കൂടി അങ്ങ് പോകുന്നു എന്നുള്ളേ ഉള്ളൂ. എല്ലാവരും ഇപ്പൊ മാവേലി നാട് വരും എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ വരണം എന്നുള്ളതല്ല, എന്നാൽ പോലും എല്ലാവർക്കും മിനിമം വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും സാധിച്ചു കിട്ടണം എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതില്ലാത്തവരെ കുറിച്ച് ഉള്ള ഒരു ചിന്ത വരും ഓണത്തിന്. അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഓണം ആഘോഷിക്കുന്നത്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾ ഏതൊരു ഉത്സവം ആഘോഷിച്ചാലും കലാകാരന്മാരുടെ ഒരു സീസൺ ആകുന്നത്. അതെ 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 അതെ. അവരാണ് ആ ഒരു സീസണിൽ അവർ താരങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. സോ ആ സമയത്ത് കുറെ പേർക്ക് ഇതുപോലെ അവസരങ്ങൾ കിട്ടാത്ത, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവസരങ്ങൾ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്, നമുക്കറിയാത്ത അതുല്യരായിട്ടുള്ള കലാകാരന്മാര്. അവരെല്ലാവരും അറിയപ്പെടട്ടെ അല്ലെ? അതെ, ഞാൻ കലാകാരന്മാരെ കുറിച്ച് അല്ല കേട്ടോ, മാത്രമല്ല കേട്ടോ, ഞാൻ സമൂഹത്തിലുള്ള പൊതുവില് നമ്മുടെ ഈ ലോകത്തുള്ള, അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയോ ഒക്കെയുള്ള നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ, ഭക്ഷണമില്ലാത്തവരെ, കിടപ്പാറില്ലാത്തവരെ കുറിച്ചൊക്കെ ഉള്ള ചിന്ത വരുന്ന ഞാൻ പറഞ്ഞു.
പ്രത്യേകിച്ച് ഓണം നമ്മൾ കൂടുതലും കേരളത്തിലാകുമ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ അവസ്ഥയുള്ളവര്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. മധു എന്ന് പറഞ്ഞ ആദിവാസിയുടെ അവസ്ഥ, അദ്ദേഹത്തിന്റെ ചിത്രം എപ്പോ കണ്ടാലും എന്റെ കണ്ണു പറയും. അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അതെ അതെ. അപ്പോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇനി അങ്ങനെയൊന്നും ഉണ്ടായിരിക്കട്ടെ. നമ്മളെല്ലാം പ്രതീക്ഷയുടെ പുറത്താണല്ലോ യാത്ര ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അതെ അതെ. അപ്പൊ നമ്മളെല്ലാവരും ഒരു ഓണത്തിന്റെ ഒരു വിഷു കൂടി പറഞ്ഞാലോ ഗണേശേട്ടാ ഈ ഒരു സമയത്ത്? തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ നന്മകളും നിറഞ്ഞ, എല്ലാ സന്തോഷങ്ങളും നിറഞ്ഞ, ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ല ഓണനാളുകൾ ആശംസിക്കുന്നു. നമ്മളെന്തായാലും അഡ്വാൻസ് ആയിട്ട് ഗണേശേട്ടന്റെ വക വിഷസ് പറഞ്ഞേ ഉള്ളൂ. അടുത്ത ഒരാഴ്ചയും കൂടി ഉണ്ട്. ആ ഒരാഴ്ചയുടെ ഗ്യാപ്പ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ നമ്മുടെ ഓണാണ് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ ഇനിയും അടിപൊളി പരിപാടികളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഗണേശേട്ടന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല കേട്ടോ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ട് ആണ്. ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ളത് അന്നയാണ്. എന്തായാലും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ അതിൽ കാണാനാവുന്ന ഒരു പാട്ടുകാരന്റെ പേരായിരിക്കും ഗണേഷ് സുന്ദരം. ചേട്ടാ, ഇനി നമുക്ക് ഞാൻ കഷ്ടപ്പെട്ട് നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യമാണ് കേട്ടോ. യൂട്യൂബ് ചാനലൊക്കെ ഞാൻ നല്ല രസമായിട്ട് കണ്ടു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവർ ഉണ്ടായിരുന്നു. സൗമ്യ രാമകൃഷ്ണനും അതുപോലെ ഗണേശ് ചേട്ടനും കൂടി പാടിയിട്ടുള്ള ഒരു കവർ വേർഷൻ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂടെ മേലെ കൂടെ വെച്ച് എന്ന് പറഞ്ഞ പാട്ട്. അത് ഞങ്ങള് തന്നെ പാടിയ ഒറിജിനൽ സോങ്ങിന്റെ കവറും ഞങ്ങൾ പാടിയിട്ടുണ്ട്. കണ്ണിലേക്ക് പോയി കയ്യിലെന്നുള്ളത്. ആണല്ലേ? ആ കവർ വേർഷൻ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മയിൽ. അതെ 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 അതെ. നമ്മൾ ഒറിജിനൽ കേട്ടിട്ടുണ്ട്. അതെ, ഞങ്ങള് ഒറിജിനൽ സിംഗേഴ്സ് ഞങ്ങളാണ്, കവർ പാടിയത് ഞങ്ങൾ. അതെ അതെ, അതിന്റെ രണ്ടിന്റെ ക്രെഡിറ്റ്സ് ഞങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ ഗണേശ് ചേട്ടാ, ആ ഒരു വീഡിയോയില് ചെറുതായിട്ട് അഭിനയൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ടല്ലോ. അഭിനയത്തിലേക്കുണ്ടോ വശം? അത് അഭിനയിച്ചൊന്നുമല്ലല്ലോ, ആ പാട്ടിന്റെ മൂഡിനനുസരിച്ച് നമ്മള് നമ്മുടെ സന്തോഷം പ്രകടിപ്പിച്ചത് മാത്രമാണ്. ആണല്ലേ? എന്തായാലും ഒത്തിരി എന്താ പറയാ, ഒരു ഭാവഗായകനെ പോലെയൊക്കെ ചെറുതായിട്ട് എന്താ പറയാ ഒരു അഭിനേതാവിനെ കൂടി കണ്ട പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ചോദിച്ചതാട്ടാ. അല്ല, എനിക്ക് അഭിനയിക്കാൻ അങ്ങനെ ആഗ്രഹമോ മോഹമോ ഇല്ല. പക്ഷെ എന്നെ അഭിനയിക്കാൻ ഒരിക്കൽ കുറെ വർഷം മുമ്പ് ഒരാളിങ്ങനെ സെലക്ട് ചെയ്താണ് ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട്. ആണോ? ആഹാ. അതെ അതെ, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. അത് എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആണല്ലേ? എന്ത് പറ്റി എന്നിട്ട് പോവാഞ്ഞത്? താല്പര്യമില്ലാത്തോണ്ടാണോ? ഇല്ലല്ല, പിന്നീട് അത് മൂവ് ആയില്ല, അത്രേ ഉള്ളൂ. ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, മൊത്തത്തില് ഈ യൂട്യൂബും എന്താ പറയാ ഈ ഒരു പുതിയ കവർ വേർഷൻസ് ഒക്കെ ഇടുന്നതിന് പിന്നിലുള്ള ഒരു കാര്യം എന്താണെന്നാണ്. കാരണം നമ്മൾ മുൻപൊക്കെ ആണെങ്കിൽ അതായത് ഒരു പാട്ട് മുഴുവൻ പാടി നമ്മളൊക്കെ ഇടാറുണ്ട്. പക്ഷെ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതാണല്ലേ കവർ വേർഷൻസ് പാടി അപ്ലോഡ് ചെയ്യുന്നത്. അല്ല, ഇപ്പൊ എന്താ വെച്ചാൽ ആൾക്കാർക്ക് സമയമില്ല എന്നുള്ള ഒരു ധാരണയിൽ ഇപ്പൊ പാട്ടിന്റെ ലെങ്ത് പൊതുവെ കുറച്ചത്. ഇപ്പൊ 1 minute സോങ്സ് ആണ് ഇപ്പൊ. നേരത്തെ ഒരു ആവറേജ് 5 minutes ആയിരുന്നല്ലോ ഒരു പാട്ട്. അത് മാറി. ഇപ്പൊ ഞാനൊക്കെ റീസെന്റ് പാടിയ പാട്ടിനൊക്കെ 3 minute ഉള്ളൂ. ചിലപ്പോൾ 3 minute താഴെ ഉള്ളൂ സിനിമാ പാട്ടുകളൊക്കെ. അപ്പൊ അങ്ങനെ കട്ട് ഷോട്ട് ചെയ്ത് 1 minute സോങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പല്ലവി അനുപല്ലവി മാത്രം പാടുന്ന ഒരു പ്രവണതയിലേക്ക് കവറും വന്നിട്ടുണ്ട്. പക്ഷെ പലരും ഇപ്പൊ ഞാൻ പാടിയിട്ടുള്ള കവർ സോങ്സ് എല്ലാത്തിനും കിട്ടിയിട്ടുള്ള മറുപടി എന്താ മുഴുവൻ പാടാത്തതാണ്. എന്നിട്ട് കേട്ട് ശീലിച്ച പാട്ടുകൾ അവർക്ക് മുഴുവൻ കേൾക്കാനായിരിക്കും മോഹം. അതുകൊണ്ടാണ് അങ്ങനെ. നമ്മള് ഈ ടൈം ലാഭിക്കാൻ, പിന്നെ ഷൂട്ടിംഗ് ഡ്യൂറേഷൻ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കവർ കട്ട് ഷോട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും കൂടി പാടിയ പാട്ടുണ്ടല്ലോ, നമ്മുടെ തമിഴ് സോങ് കൂടെ മേലെ കൂടെ വെച്ച്, അതുപോലെയുള്ള കവർ സോങ്സ് ഇനിയും പ്രതീക്ഷിക്കാണ് കേട്ടോ. അരങ്ങത്തുണ്ടോ? തീർച്ചയായിട്ടും അണിയറയിലുണ്ട്. അരങ്ങത്തേക്ക് വരാൻ പോവാണെന്ന്. വരും ഉറപ്പായിട്ടും. എന്തായാലും ആ വീഡിയോ കാണാനും നല്ല രസമുണ്ട്. കാണുമ്പോ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ആംബിയൻസും മൊത്തത്തിൽ കൊള്ളാം. അതെ, ഞങ്ങൾ ആക്ച്വലി അതിന്റെ ഷൂട്ട് ചെയ്യാനായിട്ട് പോയത് അതിനടുത്ത് വേറെ സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടേക്ക് പോകാനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാവിലത്തെ ഒരു സമയമായിരുന്നു, 6-7 മണി സമയമായിരുന്നു. നോക്കിയപ്പോ നല്ല ആംബിയൻസ് ഉണ്ട് ഇവിടെ. നോക്കുന്ന പിന്നെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ വെച്ച് ആ ലൈറ്റ് പോകുന്നതിന് ഷൂട്ട് ചെയ്ത്. അതെന്തായാലും കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ആ കാണുമ്പോ തന്നെ നമുക്ക് ആ ഒരു പാട്ടിന്റെ കണ്ടിരിക്കാൻ തോന്നും. അതാണല്ലോ ഒരു വീഡിയോക്ക് വേണ്ട ഒരു കാര്യം. അപ്പൊ എന്തായാലും യൂട്യൂബ് വിശേഷങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗണേശ് ചേട്ടൻ ഒരു പ്ലേ ബാക്ക് സിംഗർ മാത്രമല്ല, പാട്ട് പഠിപ്പിക്കുന്ന ഒരു മ്യൂസിക് ട്രെയിനർ കൂടിയായിരുന്നു. അപ്പോ ചേട്ടാ, എത്ര നാള് ഈ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും കുട്ടികളെ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പാട്ടിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. നമ്മൾ പാട്ട് കൺസേർട്സ് കേൾക്കാൻ പോവുക, അല്ലെങ്കിൽ ഗുരുക്കന്മാരെ തേടി പോവുക, നല്ല ഗുരുവിന്റെ അടുത്ത് പഠിക്കാൻ ശ്രമിക്കുക, പുതിയ സംഗതികൾ പഠിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു. കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ സംഗീതം ഒരു 10 വയസ്സ് തൊട്ട് അഭ്യസിച്ചാണല്ലോ. ആയതുകൊണ്ട് തന്നെ
കുറച്ച് കുട്ടികൾക്ക് അടുത്തുള്ള വീടുകളിലെ കുട്ടികളൊക്കെ ഉണ്ട്, സുഹൃത്തുക്കളുടെ വീട്ടുകളിലേക്ക്, അങ്ങനെയുള്ള ചെറിയ കുട്ടികൾക്ക് അവിടെ പഠിപ്പിക്കാമെന്നൊരു ചിന്ത വന്നു. അങ്ങനെ അന്നോട്ട് കുറെ കാലം ഇങ്ങനെ പഠിപ്പിച്ചു. പിന്നെ പ്രൊഫഷണലി ഞാൻ തിരക്ക് വന്നപ്പോൾ പിന്നെ അത് നിർത്തിയതാണ്. മാത്രമല്ല ഇപ്പം പണ്ടത്തെ അത്രയും ഒരു ക്ഷമയും ഇല്ല. കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ നമ്മൾ കൂടുതൽ ക്ഷമയോടുകൂടി അവരുടെ അങ്ങനെ ശരിക്കും നമ്മളൊരു അറിവ് പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അപ്പൊ സോ നല്ല രീതിയിലുള്ള പേഷ്യൻസ് അവിടെ ആവശ്യമാണ്. പേഷ്യൻസ് വേണം. അതെ. ഈ തിരക്കിന്റെ ഇടയ്ക്ക് അത് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയായിരുന്നു ഒരു 5 വർഷം മുമ്പ്. ജെനി മ്യൂസിക് അക്കാദമി എന്ന പേരിൽ. എവിടെയായിരുന്നു അത്? ഇരുമ്പനം എന്ന് പറയും, തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ സമീപമാണ് ഇരുമ്പനത്ത് ജെനി മ്യൂസിക് അക്കാദമി. അപ്പൊ അവിടെ മറ്റ് മാസ്റ്റേഴ്സാണ് പഠിപ്പിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. സംഗീതം, വോക്കൽ മാത്രമല്ല ഇൻസ്ട്രുമെന്റിലും ഒക്കെ ഉണ്ട്, എല്ലാ വിഷയങ്ങളും ഉണ്ട്. കൊള്ളാം. അപ്പൊ എന്തായാലും സംഗീതത്തിന്റെ വിശേഷങ്ങൾ തീരുന്നില്ല എന്ന് ഗണേഷ് ഏട്ടനും ഞാനും പറഞ്ഞുകൊണ്ട് നമ്മള് ഒരു പാട്ട് കേൾക്കാനായിട്ട് പോവാണ്. SK ഹോട്ട്സ്പോട്ടിൽ കേട്ടുകൊണ്ടേയിരിക്കൂ. ദിസ് ഇസ് മി RJ Anna and you are listening to Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ട് ആണ്. ഇന്ന് നമ്മോടൊപ്പം വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകനാണ് ഗണേഷ് സുന്ദരം. ഭക്തിഗാനങ്ങളിലൂടെയും അതുപോലെ സിനിമാ ഗാനങ്ങളിലൂടെയും നമ്മുടെ മനസ്സിൽ കയറിയ ശബ്ദത്തിനുടമയാണ്. എന്തായാലും ഗണേഷ് ഏട്ടാ, നമ്മൾ കുറേ സംസാരിച്ചു വന്നല്ലേ ഇങ്ങോട്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റ് അങ്ങോട്ട് വെച്ചേക്കാന്ന്. ഈ സെഗ്മെന്റിന്റെ പേരും ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം ഇഷ്ടം എന്നാണ്. നല്ല പാട്ടുകാരിയാണല്ലോ, നന്നായിട്ട് പാടുന്നല്ലോ. അത് പറയാൻ വേണ്ടി മാത്രം പാടിയതാണ്. വെറുതെ പറഞ്ഞതാട്ടോ ചേട്ടാ. ഓക്കെ, താങ്ക് യു. അല്ല, അത് പറയാൻ വേണ്ടിയല്ല, നിങ്ങൾ പാടിയാ മതി, ഞാൻ പറയും, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവസാനത്തിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് ഒരു 2 വരി പാടിയാലോ? ഓക്കെ ആയിരിക്കും ചേട്ടാ? അതെനിക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സന്തോഷത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുവരുന്ന ഈ ഒരു സെഗ്മെന്റിന്റെ പേര് ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം ഇഷ്ടം എന്നാണ്. നമ്മുടെ ഗണേഷ് ഏട്ടന്റെ ഇഷ്ടങ്ങൾ അറിയുന്ന ഒരു സെഗ്മെന്റ് ആണ് കേട്ടോ. ഞാൻ 4 ഫാക്ടേഴ്സ് ആണ് അങ്ങോട്ട് ചോദിക്കും. അതായത് ഓരോ ഫാക്ടറും വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ഓർ ഗായിക, ഒരു സിംഗറിന്റെ പേരാണ് എനിക്ക് ഇങ്ങോട്ട് വേണ്ടത്. ചേട്ടാ ഓക്കെ അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഡബിൾ റെഡി ആയിട്ടുള്ള ഗണേഷ് ഏട്ടന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഗണേഷ് ഏട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല സ്വരമുള്ള ഗായകൻ ഓർ ഗായിക, ഒരു സിംഗർ ആരായിരിക്കും? അത് എന്താ പറയാ, എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും എന്നാണ് എന്റെ തോന്നല്. കാരണം യേശുദാസ് എന്ന ഒരു പ്രതിഭാസം, അതുപോലെ ഒരു എന്താ പറയണ്ടേ, ഒരു ലിവിംഗ് ലെജൻഡ് അല്ലേ, മാസ്ട്രോ. അതെ, ഇനിയും ഉണ്ടാവും എന്ന് നമുക്ക് എഴുതാൻ വയ്യ. അതുപോലെ തന്നെ പി സുശീലാമ്മ, അവര് രണ്ടുപേരുടെയും ഒരു സിംഗിങ്, അവരുടെ ശബ്ദത്തിന്റെ സുഖം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വേറെ എല്ലാവരുടെയും നല്ലതാണ് എങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും പ്രഥമ സ്ഥാനത്ത് ഇവർ രണ്ടുപേരും നിർത്തണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഗണേഷ് ഏട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകന്റെ സ്റ്റൈൽ, ആര് പാടുന്ന സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടം? അത് മെയിൽ ആവാം, ഫീമെയിൽ ആവാം, കുഴപ്പമില്ല. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള ഗായകരെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ ഞങ്ങളൊക്കെ ഈ ഏകലവ്യന്മാരെ പോലെ നിന്ന് സംഗീതം അഭ്യസിച്ചിട്ടുള്ളത് ദാസാറിൽ നിന്നാണ് കൂടുതലായിട്ട്. കാരണം ഞങ്ങളുടെ കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്നതും ഞങ്ങൾ സ്റ്റേജിൽ 4 പേര് പെർഫോം ചെയ്യുന്നതും ഒക്കെ ദാസാറിന്റെ പാട്ടുകളാണ്. പിന്നെ ജയചന്ദ്രൻ സാറിന്റെ ആണെങ്കിലും എസ് സാറിന്റെ ആണെങ്കിലും ബ്രഹ്മാനന്ദ സാറിന്റെ ആണെങ്കിലും ഒക്കെ പാട്ടുകളാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളിപ്പോ അറിഞ്ഞോ അറിയാതെ അനുകരിച്ച് പോന്നിട്ടുള്ളത് ഇവരുടെയൊക്കെ സ്റ്റൈലാണ്. അതിൽ പ്രധാനമായിട്ടും ദാസാറിന്റെ സ്റ്റൈലാണ്. അത്രയും ക്ലീൻനെസ് ഉള്ള ഒരു സിംഗർ വേറെ ഇല്ലല്ലോ. ഓക്കെ, അടിപൊളി. അപ്പൊ ദാസേട്ടനാണ് 2 ചോദ്യത്തിലും വിജയിച്ചിരിക്കുന്നത് കേട്ടോ. 2 points ടു ദാസേട്ടൻ. അതെ. ഓക്കെ, നമ്മൾ അടുത്ത 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇംപ്രവൈസേഷൻ. അതെ, ഇംപ്രവൈസേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ പി ജയചന്ദ്രൻ സാറിന്റെ ഇംപ്രവൈസേഷൻ. ഭാവഗായകൻ അല്ലേ? അത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചു കാണത്തില്ല, ആരും അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടാകുന്നില്ല. കാരണം അദ്ദേഹം ഒരു പാട്ടിനെ വേദനിപ്പിക്കാതെ, അല്ലെങ്കിൽ പാട്ട് ചെയ്ത ആളുടെ ഹൃദയത്തെ വേദനിപ്പിക്കാതെ ആ പാട്ട് ഇംപ്രവൈസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അത് എന്നിട്ട് ഇംപ്രവൈസേഷൻ സംഗതികൾ ഇങ്ങനെ കുറെ ബൃഹാസ് അല്ലെങ്കിൽ ഗമകങ്ങൾ ചേർത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ കർണാട്ടിക് മ്യൂസിക്കിലെ നിരവധി പാടുന്ന പോലെ അല്ല ഇംപ്രവൈസേഷൻ. നമ്മുടെ ഈ എനിക്കൊക്കെ അനുഭവം ഉള്ളതാണ്, വളരെ അപൂർവമായിട്ടാണെങ്കിൽ നമ്മുടെ ദശാമൂർത്തി സ്വാമിയൊക്കെ നമ്മളെ പാടിക്കുമ്പോൾ അതിന് നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട് നമ്മൾ ഫെയറായിട്ട് പാടാൻ നിൽക്കുമ്പോൾ
ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു കുനുപ്പ്, ഒരു ചെറിയ ഒരു എന്താ പറയാ അതിന് ഒരു ന്യൂവാൻസ് ഇങ്ങനെ സ്വാമി പറഞ്ഞു തരും. അപ്പൊ അത് പാടുമ്പോൾ ആ പാട്ടിനുണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമാണ്, ഭയങ്കരമാണ്. നമ്മൾ അതിനു മുമ്പുള്ള പാട്ടായിരിക്കില്ല. അതെ, അത്തരത്തിലുള്ള മാജിക്കാണ് സ്വാമിക്ക് കിട്ടില്ല. അതേ ആ ഒരു മാജിക് ജയചന്ദ്രൻ സാറിനുണ്ട്, പി ജയചന്ദ്രൻ സാറിനുണ്ട്. അദ്ദേഹം ചില പാട്ടുകൾ ഇങ്ങനെ ദാസാറിന്റെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടിനെ പുള്ളി അദ്ദേഹം അത്ര ഗൗരവമായിട്ട് എടുക്കാറില്ല. പക്ഷെ ദാസാറിന്റെ പാട്ടാണ് കൂടുതലും, അതെ സാബി സാബിന്റെ പാട്ടാണ് അദ്ദേഹം കൂടുതലും പാടുന്നത്. അപ്പൊ അതിനകത്ത് ദാസാറിന്റെ പാട്ടൊക്കെ അദ്ദേഹം അതിനകത്ത് ചെറിയ ചില വേരിയേഷൻസ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ഒരു കുനിപ്പ്, ഇങ്ങനെ ചെറിയൊരു തള്ളിച്ച പക്ഷെ മൊത്തത്തിൽ അങ്ങോട്ട് മാറും, മൊത്തത്തിൽ അങ്ങ് വേറെ ഇതാകും. അതാണ് പാട്ടിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഇംപ്രവൈസേഷൻ ആണ്. പിന്നെ SPB സാറും ഇതുപോലെ ചില സംഗീതങ്ങളൊക്കെ ഇടാറുണ്ട്. സത്യം പറഞ്ഞ ഗണേശേട്ടാ, എനിക്ക് ഇംപ്രവൈസേഷൻ ആലോചിച്ചപ്പോ ഓർമ്മ വന്ന പേര് നമ്മുടെ SPB സാറിന്റെ ആയിരുന്നു കേട്ടോ. അതെ 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 അതെന്ന് വെച്ചാൽ നോട്ടബിൾ ആണ്. അതെന്ന് വെച്ചാൽ സംഗതികൾ കൂടുതലിട്ട് അവരിങ്ങനെ ഇംപ്രവൈസ് ചെയ്യും. പിന്നെ എന്താ പറയാ, ചിത്രചേച്ചിയൊക്കെ അങ്ങനെ ഇംപ്രവൈസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിലൊക്കെ കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ജയചന്ദ്രൻ സാറിന്റെ ഇംപ്രവൈസേഷനിലാണെന്നാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഗാനഗന്ധർവന് 2 പോയിന്റ്സും നമ്മുടെ ഭാവഗായകന് 1 പോയിന്റും കിട്ടിയിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് ചോദ്യമാണ് വേഴ്സറ്റാലിറ്റി. നമ്മൾ ഏതൊരു സാഹചര്യം കൊടുത്താലും അതിന് ഇണങ്ങുന്ന ഒരു വോയിസ്, അത് ആരുടെ ആയിരിക്കും? അത് ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ NG ശ്രീകുമാർ, ശ്രീകുട്ടൻ ചേട്ടനാണ്. ശരിയാണ്. പിന്നെ SPB സാർ പറയണ്ടല്ലോ എല്ലാ വെറൈറ്റി പാട്ടും. അതിപ്പോ ഭാഷകള് തന്നെ ഇല്ല അല്ലെ, ഏത് ഭാഷയിലും അടിച്ചു പൊളിക്കും. അതെ അതെ, ഏത് ഭാഷയിലും അദ്ദേഹം പാടുന്നല്ലേ. അപ്പൊ അത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ പാടുന്ന ഒരാൾ വേറെ ഇല്ലാന്ന് തോന്നുന്നു പോലെ. പക്ഷെ അങ്ങനെ ആ ഒരു ലെജൻഡ് ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതും വലിയൊരു വിഷമമാണ്. പിന്നില്ല, അയ്യോ, നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരുന്നു, അത്രേ ഉള്ളൂ. ഉൾക്കൊള്ളാതെ നിർത്തിയില്ല, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എന്തായാലും കുറെ ഗായകരുടെ കാര്യം ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു പോയത് കൊണ്ട് ഗണേശേട്ടാ, ഇവരുടെ ആരുടെയെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരി പോന്നോട്ടെ. ഒരു മഹാസമുദ്രം പോലെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് പാടാൻ പറയുന്നത് എന്റെ നാവിലൊന്നും വരില്ല, അതാണ്. ആണല്ലേ, എങ്കിൽ ഏതെങ്കിലും പാടാം. മധുരം ജീവാമൃത ബിന്ദു, മധുരം ജീവാമൃത ബിന്ദു, ഹൃദയം പാടും ലയ സിന്ധു, മധുരം ജീവാമൃത ബിന്ദു, ഹൃദയം പാടും ലയ സിന്ധു, മധുരം ജീവാമൃത ബിന്ദു. ഓക്കേ, താങ്ക് യു ഗണേശേട്ടാ. അപ്പൊ നമ്മള് മധുരമായിട്ടുള്ള മറ്റൊരു പാട്ട് കേൾക്കാനായിട്ട് പോവാണ്. ആൻഡ് കേട്ടുകൊണ്ടേയിരിക്കൂ, SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ള തന്നെ. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. Once again, welcome back to SK Hotspot. കൂടെയുള്ള തന്നെയാണ്. അതുപോലെ നമുക്ക് നിരവധി മലയാള സിനിമാ ഗാനങ്ങളെ സമ്മാനിച്ച ആ ഒരു ശബ്ദത്തിനുടമ. എക്സാമ്പിളുകൾ പറയുകയാണെങ്കിൽ എത്ര എണ്ണം വേണം? മിന്നാമിനിക്കൂട്ടം എന്ന സിനിമയിലെ താരാജാലം എന്ന പാട്ട്, അതുപോലെ വെള്ളിമൂങ്ങ സിനിമയിലെ പുഞ്ചിരി കണ്ണുള്ള എന്ന പാട്ടിന്റെ ഉടമ. അങ്ങനെ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ സ്വന്തം ഗണേഷ് സുന്ദരം. ഗണേശേട്ടാ, ഞാൻ 2 പാട്ടുകളെ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് വേഗം ഒന്ന് പറയോ? വേറെ ഏതാണ്? രാവിന്റെ വാത്മീകം അല്ലേ? രാവിന്റെ വാത്മീകം ഉണ്ട്. ആ ഒരു പാട്ടിന് ഇവിടെ ഭയങ്കര ഫാൻസ് ആണ് കേട്ടോ ഗണേശേട്ടാ, അത് പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ കണ്ണിലെ പൊയ്കയിലെ, യെസ്, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും സിനിമയിലെ പാട്ടല്ലേ? അതെ അതെ അതെ. പിന്നെ വെനീസിലെ വ്യാപാരി, കായൽക്കരയിലാകെ, യെസ്, കായൽക്കരയിലാകെ. പിന്നെ രാജമ്മാറ്റി ആഹു എന്നുള്ള സിനിമയിലെ ഒരു പാട്ടുണ്ട്. പിന്നെ ലവ് 24/7 എന്നുള്ള സിനിമയില് വേനലൊഴിയുന്നു എന്ന് പറഞ്ഞ പാട്ട്. യെസ്, അതില് ഞാനും സിത്താരയും കൂടെ പാടിയ ഡ്യുവറ്റ് ആയിരുന്നു. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ എന്ന് സ്വന്തം ക്ലീറ്റസ് എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ് അല്ലേ? ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, അതിന് ടൈറ്റിൽ സോങ് ഉണ്ടായിരുന്നു. നാടക ഗാനം പോലെ അല്ലേ? അതെ. പിന്നെ മമ്മൂട്ടി സാറിന് എന്നെ മറ്റേ ബോംബെ മാർച്ച് 12 എന്നുള്ള സിനിമയില് ഞാനും സോനു നിഗവും ഇവിടെ ചേർന്നിട്ടൊരു പാട്ട് പാടി എന്നൊക്കെ വേണേ പറയാം. അയ്യോ, ആ പാട്ടിന്റെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അത് ചക്കരമാവിൻ കൊമ്പത്ത് എന്നൊരു പാട്ടില്ലേ, അത് സോനു നിഗമാണ് അത് പാടുന്നത്. അതിന് മമ്മൂട്ടി സാറിന് അതിന്റെ ലിപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. കാത്തരുളേണം ഭഗവാനെ കാനനവാസ മണികണ്ഠ
കഥന കടലിൽ നീന്തിടുമെന്നെ കരകേറ്റേണം ശാസ്താവേ. ആ എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, ഞാൻ പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെങ്കിലും ഈ ഒരു പാട്ടിനെ ഞാൻ വിട്ടുപോയാട്ടോ. എന്തായാലും ഓർമ്മിപ്പിച്ചത് നന്നായി. സാരമില്ല. അതെ. ഓക്കെ, അപ്പൊ നമ്മളിതാ ഗണേശേട്ടൻ പാടിയ ഒരു പറ്റം മാസ്റ്റർ പീസുകളെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. നമ്മൾ വീണ്ടും ഗണേശേട്ടന്റെ മെമ്മറിയിലേക്ക് പോവാണ്. ചേട്ടാ, 1994 നമ്മുടെ MG യൂണിവേഴ്സിറ്റി കലോത്സവം ഓർമ്മയുണ്ടോ? ലളിതഗാനത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് മറക്കാൻ പറ്റില്ലല്ലോ. യെസ്, ഞങ്ങൾക്കും മറക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യമായിട്ട് ഞാൻ വന്നത്. ദാ ഇപ്പോഴത്തെ ഗണേശേട്ടൻ ടൈം ട്രാവൽ ചെയ്തൊന്ന് പോവാണ് നമ്മുടെ അന്നത്തെ 94 ഗണേശേട്ടനിലേക്ക്. അപ്പൊ എന്തായിരിക്കും പറയാനുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, നമ്മള് തുടക്കത്തിൽ ഞാൻ അന്ന് പാടിയ പാട്ട് ഞാൻ പാടിയിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അന്നൊക്കെ കോൺസിക്യൂട്ടീവ് ആയിട്ട് എല്ലാ വർഷവും സമ്മാനം വാങ്ങിച്ചിരുന്നത് ജി വേണുഗോപാൽ സാറായിരുന്നു. എല്ലാ വർഷവും അദ്ദേഹത്തിന് തന്നെ സമ്മാനം. ഇതൊക്കെ നമ്മളെപ്പോഴും പത്രത്തിൽ എല്ലാ വർഷവും കാണുന്നതാണല്ലോ. നമുക്കും ഇത് ഉള്ളിൽ മോഹം. നമ്മൾ വന്ന് ചെറുതായിട്ട് ഇങ്ങനെ മത്സരവേദികളിൽ ഇങ്ങനെ പാടി നടക്കുന്ന കാലമാണല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിൽ മോഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിഭയങ്കരമായിട്ടുള്ള കഴിവുള്ള ഭീകരന്മാർക്ക് ഇത് നേടാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ എപ്പോഴും ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ടേ നമുക്കൊന്നും സാധിക്കില്ല എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ഒരു അംബീഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. നേടണം, കിട്ടണം ഒരു ആഗ്രഹമല്ലാതെ ഉണ്ടായിരുന്നുകൊണ്ട് പറ്റുന്ന പോലൊക്കെ പണിയെടുക്കാൻ വിചാരിച്ച് നമ്മള് അങ്ങനെ തുനിഞ്ഞിറങ്ങി. അന്നൊക്കെ വെച്ചാൽ ഈ ഫ്രഷ് ആയിട്ടുള്ള പാട്ടുകൾ പാടണം എന്നായിരുന്നു നല്ലൊരു ഇതായിരുന്നു. നമുക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി നമുക്ക് വേണ്ടി എഴുതി അങ്ങനെ. അപ്പൊ അതിന് ഞാൻ എന്റെ സുഹൃത്തായിട്ടുള്ള നാട്ടുകാരനായിട്ടുള്ള ശ്രീ രാജ്മോഹൻ വർമ്മയെ സമീപിക്കുകയും അദ്ദേഹം പാട്ട് എഴുതി തരികയും മ്യൂസിക് ഡയറക്ടർ K. ഉദയൻ, അന്ന് ഞങ്ങള് എന്റെയും ഉദയന്റെയും തുടക്കകാലമാണ് ഈ 90s തുടക്കം. അപ്പോ അങ്ങനെ ഞങ്ങള് വേറൊരു എന്റെ കോമൺ ഫ്രണ്ട് ഉണ്ട് തഹസീൻ മുഹമ്മദ്, അദ്ദേഹത്തോടെ ഇല്ല. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു, നല്ല പാട്ടുകാരനാണ്. US-ലാണ് അദ്ദേഹം മുഖാന്തരമാണ് ഞാൻ ഉദയനെ പരിചയപ്പെടുന്നത്. ഇങ്ങനെ ഉദയനെ കമ്പോസ് ചെയ്ത് തരികയും 3 വർഷവും ഉദയൻ തന്നെ കമ്പോസ് ചെയ്ത പാട്ടാണ് ഞാൻ പാടിയത്. അപ്പൊ ആ പാട്ടിലെ 2ാമത്തെ വർഷം മത്സരിച്ചപ്പോ ഫസ്റ്റ് പ്രൈസും അതിനു മുമ്പും പിമ്പും തേർഡ് പ്രൈസ് വിത്ത് A ഗ്രേഡും ആയിരുന്നു കിട്ടിയത്. അതെ, ഇതാണ് ഈ ഒരു പരിശ്രമത്തിന്റെ ഒരു മൂർധന്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ 94 കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ ഒരു മൂഡ് പോയല്ലോ. പിന്നെ അത്രയും ഒരു ശ്രമം പിന്നീടുള്ള വർഷം ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് പുറകോട്ട് പോയെന്ന് തോന്നുന്നു. അതിലേക്ക് എത്തിയത് കൊണ്ട് ആ ഒരു മൂഡ് പിന്നെ പോയെന്നല്ലേ. മാത്രമല്ല, ഞാൻ എല്ലാ വർഷവും ഓരോ പുതിയ പാട്ടുകളാണ് അവതരിപ്പിച്ചത്. സാധാരണ ഇതിലെല്ലാരും പ്രൈസ് കിട്ടുന്ന പാട്ട് വീണ്ടും അവതരിപ്പിക്കുക എന്ന പ്രവണത ഉണ്ടല്ലോ. ഞാനത് ചെയ്തില്ല. ഞാൻ പ്രൈസ് കിട്ടിയെങ്കിലും ആ പാട്ട് മാറ്റി വെച്ചിട്ട് വേറെ പാട്ട് പാടി. പക്ഷെ എല്ലാരും പറഞ്ഞിരുന്നു അത് തന്നെ പാടിയിരുന്നെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നേനെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ചേട്ടാ, ഇനി ഒരു പാട്ട് എഴുതാനൊക്കെ താല്പര്യമുണ്ടോ? മ്യൂസിക് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളാണോ ഗണേശേട്ടൻ? പാട്ട് കമ്പോസ് ചെയ്യാനോ? സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണോ ഗണേശേട്ടൻ? താല്പര്യം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ കാലത്ത് കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ എല്ലാ തരത്തിലും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ആ കൂട്ടത്തില് കമ്പോസിംഗും ഒരു ശീലമായിരുന്നു അന്ന്. ഇപ്പോഴത്തെ ചലച്ചിത്ര ഗാനരചയിതാവ് ശ്രീ സന്തോഷ് വർമ്മ, ഞങ്ങളൊക്കെ അയൽവക്കക്കാരാണ്. അപ്പം സന്തോഷ് കുറെ വരികൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഒരു 10-35 വർഷം മുമ്പുള്ള കഥയാണ് കേട്ടോ. അപ്പോ ആ സമയത്ത് അത് ഞാൻ വീട്ടിൽ വന്നിരുന്ന് ചിട്ടപ്പെടുത്തുകയും അത് തൃപ്പൂണിത്തുറ ശ്രുതി ഓർക്കസ്ട്രയുടെ ബാനറിന് കൊച്ചിൻ FM റേഡിയോ സ്റ്റേഷൻ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങള് ചില പാട്ടുകൾ, അപൂർവം ചില പാട്ടുകൾ കമ്പോസ് ചെയ്ത് പാടുകയും 1-2 ആൽബത്തിൽ ഞാൻ കമ്പോസ് ചെയ്ത് ചില പാട്ടുകൾ വരികയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് തിരക്ക് വന്നപ്പോൾ പിന്നെ കമ്പോസിങ് എന്റെ ഒരു ജോലിയല്ല എന്നൊരു തോന്നൽ അത് മാറ്റിവെച്ചു. പിന്നീട് ഇപ്പൊ ഞാൻ വീണ്ടും ഒരു ശ്രമം കുറച്ചാൾ മുമ്പ് നടത്തിയപ്പോ ഞാൻ അന്ന് ചെയ്തിരുന്നതെന്ന് ഞാൻ ഒട്ടും മുന്നോട്ട് പോകുന്നിട്ടില്ല എന്നൊരു തോന്നൽ വന്നിട്ട് ഞാൻ അവിടെ തന്നെ നിർത്തിയത്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിനെ നോക്കാം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണല്ലേ. ഞാൻ പാട്ടുകാരൻ മാത്രമാണല്ലോ, അതാണ്. അത് ദാസാറ് അല്ല, ഒരു കാര്യം പറയാം, യേശുദാസ് സാറ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കുറെ പാട്ടുകൾ മലയാള സിനിമയ്ക്ക് വേണ്ടി സംഗീതം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പോലും ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, ഞാൻ ചെയ്താൽ അത്ര ശരിയാകില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ട് ചായ വരും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അദ്ദേഹം പിന്നെ നിർത്തിയെന്ന് അദ്ദേഹം തന്നെ പറയാറ്. പക്ഷെ അദ്ദേഹം ചെയ്ത പാട്ടൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും ഗണേശേട്ടൻ ഫുൾ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് പാട്ടിനാണ്. ആ പാട്ട് കേൾക്കാൻ ഇനിയും ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പാട്ട് കേൾക്കാനായിട്ട് പോവുകയാണ്. കേട്ടോണ്ടേയിരിക്കൂ, SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ളത് തന്നെ. ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM
സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ള വ്യക്തി ആരാണ്? നമ്മുടെ സ്വന്തം ഗായകൻ, പിന്നണി ഗായകൻ ഗണേഷ് സുന്ദരം. ഗണേഷ് ഏട്ടാ, നമ്മള് ഇനി ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചേട്ടൻ പാടിയ പാട്ടുകളെങ്ങാനും വേറെ ആരുടെയെങ്കിലും പേരിൽ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ അറിയപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ചേട്ടന്റെ തന്നെ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും, വേറെ ഏതെങ്കിലും ഒരു ഗായകരുടെ പാട്ടുകള് മറ്റൊരാളുടെ പേരിൽ അനൗൺസ് ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതായത് പലപ്പോഴും ഈ കാസറ്റ് കടകളിൽ നിന്ന് കോപ്പി ചെയ്ത് വാങ്ങിക്കുമ്പോഴൊക്കെ പലരും വന്നിട്ടുണ്ടായിരുന്നു, തന്റെ പാട്ടിന്റെ പേരിൽ വേറെ ഗായകരുടെ പേരാണല്ലോ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരിക്കൽ കുറച്ച് വർഷം മുമ്പ് മസ്കറ്റിലൊരു പ്രോഗ്രാമിന് പോയപ്പോ അവിടെ ഞാൻ സ്റ്റേജിന്റെ ഫ്രണ്ടില് ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ എന്റെ തൊട്ടടുത്തൊരു സംവിധായകൻ ഉണ്ടായിരുന്നു, മലയാള സിനിമയിലെ ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. അപ്പൊ അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ഞാൻ പാടിയ പാട്ടുകൾ സിനിമകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ സ്റ്റേജ് കയറുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം എന്റെ അടുത്ത് പറയാണ്, അയ്യോ ഇത് ഗണേഷ് പാടിയ പാട്ടായിരുന്നു, ഞാൻ സത്യത്തില് ഇത് ബിജുവാന് പാടിയ പാട്ടാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ക്രെഡിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ പോകാറുണ്ട്. ബിജി പാടിയ പാട്ട് ഞാനാണെന്നും ഞാൻ പാടിയ പാട്ട് ബിജി ആണെന്നും പറയാറുണ്ട്. കാരണം ബിജി കമ്പോസ് ചെയ്ത പാട്ടുകളാണ് ഈ പറഞ്ഞതല്ല. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഞങ്ങൾ ഈ കാലങ്ങളായിട്ടുള്ള ഒരു 2-2.5 പതിറ്റാണ്ട് കാലത്തെ ഒരു ഇടപഴകലായതുകൊണ്ട് ആ ഒരു സ്റ്റൈല് ഒരുപക്ഷെ എന്നിലേക്ക് വന്നിട്ടുണ്ടാകും. ബിജി ഞാനിപ്പം ബിജി എന്നല്ല, ഏത് ഒരു മ്യൂസിക് കമ്പോസർ ആണെങ്കിലും അവരുടെ ഒരു താല്പര്യം, അവര് കമ്പോസ് ചെയ്തിരിക്കുന്ന ആ സംഗതിയിൽ ഒരു മാറ്റവും വരാതെ അതെങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒക്കെ പാടാനാണ് ഞാൻ ശ്രമിക്കാറ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ ആവശ്യം വളരെ അപൂർവം വേണ്ടി വരുന്നിടത്ത് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളൂ, അവരാവശ്യപ്പെട്ടാൽ മാത്രം. അല്ലാതെ അവരെന്താണോ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ പാടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആയിരിക്കണം ഇങ്ങനെ ഒരു സിമിലാരിറ്റി ബിജിയുടെ കോമ്പോസിഷനുള്ള പാട്ടുകൾ ഞാൻ പാടുമ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ക്രെഡിറ്റ് മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ക്രെഡിറ്റ് മാറിപ്പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും പണ്ടായിരിക്കും അങ്ങനെ ക്രെഡിറ്റ് ഒക്കെ മാറിപ്പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാവുള്ളൂ അല്ലെ? ഇപ്പോ എന്തായാലും ഈ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, ഇപ്പൊ ഈ പറഞ്ഞ സംഭവം നടന്നിട്ട് ഇപ്പൊ എന്താണ്, കോവിഡിന് തൊട്ട് മുമ്പുള്ള ഒരു വർഷം 2019 മറ്റാണ് ഞാൻ ഈ ഉണ്ടായത്. അതെ അതെ. ഞാൻ വിചാരിച്ചു ഇനി പണ്ടാണ്, അല്ല മീൻസ് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും അല്ല, ഞാൻ പറഞ്ഞ പണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഒരു 25 വർഷക്കാലത്തെ ബന്ധം ഉണ്ടല്ലോ. അപ്പൊ ആ കാലത്തുള്ള ഇടപഴകൽ കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഏകദേശം ഫ്രീക്വൻസിക്ക് ഒരുപോലത്തെ വോയിസ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു സിമിലാരിറ്റി പലരും ചിലപ്പോൾ അപൂർവം ചിലർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അതുപോലെ ഇടുക്കി പാട്ട് ഞാൻ പാടിയതാണെന്ന് പറഞ്ഞിട്ട് പലരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ക്രെഡിറ്റ്സിന് കിട്ടിയിട്ടുണ്ടല്ലേ? കിട്ടുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അങ്ങോട്ട് പോവാം. അതെ, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയൊന്നുമില്ല. അതാണ്. ഓക്കെ. എന്ത് പരാതി? പാട്ടെന്തായാലും ജനം ഇഷ്ടപ്പെടുന്നത് കേൾക്കുന്നു. അതേ ഉള്ളൂ. ക്രെഡിറ്റ് നഷ്ടപ്പെടുന്നത് ശരിക്കും വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ. അതിന്റെ അയാളുടെ ആണെങ്കിലും ക്രെഡിറ്റ് അവനവന് കിട്ടേണ്ട ക്രെഡിറ്റ് പിന്നെ കിട്ടാതെ പോകുന്നത് അത് വലിയ നഷ്ടം തന്നെയാണ്. ശരിയാണ്, കാരണം ആളുടെ ഒരു ഹാർഡ് വർക്ക് ആണല്ലോ ആ ഒരു വ്യക്തിയുടെ. യെസ്. അതുപോലെ ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, പാട്ടല്ലാതെ ചേട്ടന്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഞാൻ ക്രിക്കറ്റ് കാണുന്ന ആളാണ്. ഓക്കെ, ക്രിക്കറ്റ് കളിക്കുന്ന ആളാണോ? ഇല്ല, ചെറിയ കോളേജിലൊക്കെ പഠിക്കുന്ന, സ്കൂളിലൊക്കെ പഠിക്കുന്ന, ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ. സ്പോർട്ടിൽ തന്നെ റിജക്ട് ചെയ്തിട്ടില്ല? ഞാൻ ചോദിച്ച വഴിക്ക് ഇല്ലില്ല, അബദ്ധവശാ പോലും ഇല്ല എന്നൊക്കെ. അങ്ങനെ കളി അങ്ങനെ അത്ര വഴക്കമുള്ള ആളല്ല, പക്ഷെ സ്പോർട്സിനോട് ഇഷ്ടമാണ്. ഷട്ടിലൊക്കെ ഇപ്പൊ കുറച്ച് വേർക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഷട്ടിലൊക്കെ കളിക്കും. പക്ഷെ എന്നാൽ ഞാൻ കൂടെ കളിക്കുന്ന അവരുടെ അത്രയും ഒരു ആക്സെന്റ് എനിക്ക് കിട്ടാറില്ല. ഇപ്പൊ ഈ കട്ട് ഷോട്ടൊക്കെ ചെയ്യുമ്പോൾ അവര് ചെയ്യുന്ന ആ തന്മയത്വത്തോടു കൂടി ചെയ്യാനുള്ള ഇത് ഇത്രയും കാലമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ സ്പോർട്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണല്ലേ? പിന്നെ തീർച്ചയായിട്ടും വോളിബോൾ കളിക്കുമായിരുന്നു ഒരു സമയത്ത്. ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് കോർട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കൂടെ കളിക്കുമായിരുന്നു. അപ്പോൾ അത് സെർവ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. അത്യാവശ്യം തിരക്കില്ലാതെ നെറ്റിൽ ടച്ച് ചെയ്യാതൊക്കെ സെർവ് ചെയ്യായിരുന്നു. അവിടുന്ന് സെർവൊക്കെ എടുക്കാനൊക്കെ പാങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉള്ളൂ. മതിയല്ലോ. പിന്നെ ഞാൻ കൂടി ഒരെണ്ണം ആഡ് ചെയ്യട്ടെ. എന്തോ? ഗണേശേട്ടന്റെ അഭിനയം ഐ മീൻ ആക്ടിങ്, നമ്മുടെ വീഡിയോയിൽ കണ്ട ആക്ടിങ്, അതൊരു ഹോബിയാണെന്ന്. അതെന്റെ വക ഒരു ആഡിങ്. അതെ. അല്ല അഭിനയിക്കാൻ
എന്താ പറയാ, കുറെ ഇങ്ങനെ പാട്ടുകൾ ഇപ്പൊ കാലങ്ങളായിട്ട് ഇങ്ങനെ വീഡിയോസിന് വേണ്ടി ചെയ്ത് വരുന്നതാണല്ലോ. നമ്മളെ അങ്ങനെ ആരും ഡയറക്റ്റ് ചെയ്യണമെന്നില്ല, നമ്മള് സ്വന്തം മനസ്സിൽ തോന്നുന്നൊക്കെ ചെയ്യും. ഒരുപക്ഷെ നമുക്കൊരു ഗ്രൂമിന് കിട്ടിയാൽ പിന്നെ ഒരുപക്ഷെ ചെറിയ തോതിലൊക്കെ അഭിനയിക്കാനൊക്കെ പറ്റിയേക്കാം നമുക്ക്. പിന്നല്ല, അപ്പൊ പുതിയൊരു ഹോബി കൂടി വന്നിരിക്കുകയാണ്. അഭിനയിച്ച് ഇന്നത്തെ കാലത്ത് ഹോബിയാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ മാത്രം ഹൃദയത്തിൽ ആഗ്രഹമുള്ളവർക്കല്ലേ അതിലേക്കൊക്കെ ശ്രമിക്കാൻ പറ്റുള്ളൂ. സ്വന്തം ചിലര് ആക്സിഡന്റലായിട്ട് ചിലപ്പോ അങ്ങനെ അഭിനേതായി തീരുന്നുണ്ട്. ശരിയാണ്. പക്ഷെ എന്റെ അനിയൻ നന്നായിട്ട് അഭിനയിക്കും. ആണോ? ഗംഭീരമായിട്ട് അഭിനയിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അനിയൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബവിശേഷങ്ങൾ അറിയാനായിട്ട് പോവാണ്. ബട്ട് അതിനു മുന്നേ നമുക്കൊരു പാട്ട് കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ. SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ളത് തന്നെ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. അപ്പോ നമ്മള് സംഗീതത്തിന്റെ വിശേഷങ്ങൾ ഇങ്ങോട്ട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഗണേഷ് സുന്ദരമാണ് SK ഹോട്ട്സ്പോട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ചേട്ടാ, നമ്മള് കുറെ വിശേഷങ്ങൾ അറിഞ്ഞു, ചേട്ടന്റെ പ്രൊഫഷണൽ വിശേഷങ്ങൾ അറിഞ്ഞു, അതുപോലെ എന്താ പറയാ നമ്മുടെ ചേട്ടന്റെ ഈ ഒരു സംഗീതത്തോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ കുടുംബത്തിലേക്ക് പോവാണ്, കുടുംബവിശേഷങ്ങളിലേക്ക് പോവാണ്. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. എന്റെ വീട്ടില് ഭാര്യ, 2 മക്കള്, എന്റെ അമ്മ, പിന്നെ വൈഫിന്റെ അച്ഛൻ, ഇത്രയും പേര് നിലവിലിപ്പോ ഉണ്ട്. പിന്നെ അനിയന്റെ മക്കളും എന്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പൊ. എന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 19 വർഷം കഴിഞ്ഞു. എനിക്ക് പിന്നെ ഒരു ബ്രദറാണ് അനിയൻ. അയാള് വിദേശത്താണ്, അദ്ദേഹത്തിന്റെ വൈഫും വിദേശത്താണ്. എന്റെ ഭാര്യ സ്മിത, അവളൊരു ഗ്രാഫിക് ഡിസൈനറാണ്. മക്കള് 2 പേരും, ഒരാള് ചെറിയ സിനിമകളിലൊക്കെ പാടിയതും കൂടാണ് ഇളയാള്. ആണോ? ഗിറ്റാറൊക്കെ വായിക്കുമായിരുന്നു. ഏതാണ് സിനിമ, പറയൂ, റിവീൽ ചെയ്യൂ. അത് എന്താണ്, കുട്ടിയും കോലും. കുട്ടിയും കോലും സിനിമയില് നമ്മുടെ ഗിന്നസ് പക്രു ചേട്ടനൊക്കെ അഭിനയിച്ച ചിത്രം. അതെ. ഓക്കെ. മൂത്തയാള് ഒരു നല്ല സിനിമയില് തേർഡ് ലീഡ് റോള് അഭിനയിച്ചപ്പോഴായിരുന്നു. അത് ഓലപ്പീറ്റി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. ആ വർഷം അതിന് ഒരു 2 സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു, സപ്പോർട്ടിംഗ് ആക്ട്രസിനും ഡബിങ്ങിനും ഒക്കെ. അപ്പൊ കുടുംബം ഒന്ന് മൊത്തത്തില് ഒരു കലാകാരന്മാരുടെ കുടുംബമാണെന്ന് ചുരുക്കം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതല്ല, അവരിതൊന്നും ഇപ്പൊ കൈകാര്യം ചെയ്യില്ല. ഇവരെല്ലാം ഇപ്പോ എന്താ പറയാ, വിഷ്വൽ ഒരു മീഡിയയിലാണ്. മീൻസ് എന്താ പറയുക, ആനിമേഷനൊക്കെ പഠിച്ചിട്ട് മൂത്തയാള് VFX ആർട്ടിസ്റ്റ് ആണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അറിയാൻ പറ്റാം, ഒത്തിരി ഫോട്ടോസ് ഒക്കെ ഉള്ളതാണ്. അയാള് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു ബാംഗ്ലൂര്. അതിനുശേഷം ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇളയാളും ഇപ്പൊ അത് പാസ് ഔട്ട് ആയിട്ട് ഇപ്പൊ അയാളും ചെറിയ തോതിൽ VFX ആർട്ടിസ്റ്റ് ആയിട്ട്, ആനിമേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. കൊള്ളാം. അപ്പോ എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞു. അതുപോലെ അതെ, അവരുടെ പേര് ഞാൻ പറഞ്ഞില്ല. വൈഫിന്റെ പേര് സ്മിത, മക്കൾ ശങ്കർ, ശ്രീധർ. ഓക്കെ. കൊള്ളാം. അപ്പൊ എന്തായാലും ചേട്ടാ, ഇനി നമ്മൾ അറിയാനായിട്ടുള്ള ഒരു കാര്യമേ, ചേട്ടന് ഈ ഒരു സ്വീകാര്യത കിട്ടി തുടങ്ങിയ ഒരു കാലം ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ പാട്ടുകളൊക്കെ ചേട്ടന്റെ തന്നെയാണ്, അതുപോലെ ഈ പാട്ടുകൾ നന്നായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ റെസ്പോൺസുകൾ എങ്ങനെയായിരുന്നു? അല്ല, അവരെപ്പോഴും ഹാപ്പി ആണല്ലോ. ഈ പറഞ്ഞ ഫാമിലി എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ ഓരോ നേട്ടത്തിലും അവരെല്ലാവരും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നവരാണ്. പിന്നെ ഈ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ എന്റെയൊക്കെ തുടക്കകാലത്ത് ഇപ്പൊ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോഴാണ് ആൾക്കാർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ കേരളത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അന്നൊക്കെ നമ്മളെ ആൾക്കാർ തിരിച്ചറിയുമായിരുന്നു സ്റ്റേജിൽ പെർഫോം ചെയ്തതിന്റെ പേരിൽ മാത്രം. അതെ ഓർക്കണം, നമ്മൾ അന്ന് മീഡിയ ഇല്ല, വിഷ്വൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, TV ഒന്നും കാര്യമായിട്ട് പ്രചാരത്തിലില്ലാത്ത ഒരു കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു കേട്ടിട്ട് അറിയപ്പെടുന്ന ആളുകളായിരിക്കും സ്റ്റേജ്. അന്നൊക്കെ സ്റ്റേജ് ഷോ ഉണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ എന്തായാലും അവിടെ വന്നിരിക്കും. ഓടി നടന്ന് പാടുന്ന കാലമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തുള്ള ഗായകരെല്ലാം അങ്ങനെ അറിയപ്പെട്ടിരുന്നു. പിന്നീട് വന്നപ്പോ വിഷ്വൽ മീഡിയ വന്നപ്പോ TV-യിൽ ഇന്ന പ്രോഗ്രാമുകൾ കണ്ടിരുന്നു എന്നൊക്കെ പറയും. പിന്നീട് ആ സമയത്ത് തന്നെ കാസറ്റ്സ് ആയി. എന്റെ കാസറ്റുകളൊക്കെ ഒത്തിരി കാസറ്റുകൾ ഹിറ്റുകളാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിവോഷണൽ ആൽബം ഹിറ്റായതിലൂടെയാണ് ഞാൻ ഒരു പക്ഷേ ഈ പ്ലാറ്റ്ഫോം വരെ നിൽക്കുന്നു, ഇപ്പോഴത്തെ ഈ നമ്മളെ ഈ സംസാരിക്കുന്ന ഈ ഒരു സാഹചര്യം വരെ നിൽക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഗുരുതി പൂജ എന്നൊരു ആൽബമാണ് എന്നെ കൂടുതലും പോപ്പുലർ ആക്കിയത്. അതിനെ പ്രതി ആണ് കൂടുതൽ റെക്കോർഡിങ്സ് എനിക്ക് വന്നു ചേർന്നതും. ഈ സ്റ്റേജ് പെർഫോമൻസിൽ നിന്ന് കുറെ ഞാൻ പിന്നോട്ട് പോയത് അതുകൊണ്ട്. കാരണം എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു ആ സമയത്ത് റെക്കോർഡിങ്ങിന്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ബാക്ക് ഇൻ 90s. അതെ 90s. അതെ
അപ്പൊ ചേട്ടാ, അതുപോലെ ചേട്ടൻ നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു, അതായത് ഈ സ്റ്റേജ് ഷോസ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടാറില്ല, അതായത് മെയിൻ ഇവന്റ്സ് ഒക്കെ മിസ് ഔട്ട് ആവാറുണ്ടെന്ന്. അപ്പൊ ആ ഒരു സമയങ്ങള് ഭയങ്കര ഒരു വിഷമം പറയാറുണ്ടോ അവര്, അച്ഛനില്ലാത്തൊരു? ഇല്ല, ഒരു പക്ഷേ അല്ല, ഞാൻ എന്റെ വിവാഹത്തിന് മുമ്പ് ആയിരുന്ന അർത്ഥത്തിൽ കൂടുതലും ആണല്ലേ? ഓക്കെ. അതെ, വിവാഹം കഴിഞ്ഞ ശേഷം പതുക്കെ ഞാൻ ഈ എനിക്ക് റെക്കോർഡിങ്ങിന്റെ തിരക്ക് വന്നപ്പോൾ ഞാൻ പതുക്കെ ഞാൻ ഈ സ്റ്റേജ് പ്രോഗ്രാംസിൽ നിന്ന് എന്റെ ഇൻഡിവിജ്വൽ എന്റെ സ്വന്തം പ്രോഗ്രാംസിലേക്ക് ഞാൻ മാറിയിരുന്നു. അപ്പൊ പിന്നെ ഈ റെഗുലർ പ്രോഗ്രാംസ് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നീട്. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഗാനമേളകളൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ഈ ഗായകരും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരൊക്കെ അവർ എന്താ പറയുക, സൗണ്ട് ചെക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിന് മുൻപൊരു കാലം എന്തായാലും ഒരു വലിയൊരു ഹാർഡ് വർക്കിന്റെ ഒരു കാലം അവർക്കുണ്ട്. നമ്മൾ ആദ്യമായിട്ട് അത് നമ്മുടെ പാടിയ പാട്ടായിരിക്കില്ല, മീൻസ് വേറൊരു സിംഗറിന്റെ പാട്ട് നമ്മൾ പഠിച്ച് ആ ഒരു ടോണിൽ, അതായത് ആളുകളെ ഇംപ്രസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഔട്ട്പുട്ട് വരേണ്ടത്. സോ എന്തൊക്കെയാണ് ആ ഒരു പ്രിപ്പറേഷൻസ് പറഞ്ഞാൽ നമ്മള് പ്രധാനമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ചെയ്തിട്ടുള്ളത്, ആ പാട്ടിനോട് നീതി പുലർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു പാട്ട് ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്ത് ഒരു വലിയ പാട്ടുകാരനോ പാട്ടുകാരിയോ പാടിയ നമുക്ക് തന്നിട്ടുള്ള പാട്ട്, ആ പാട്ടിനെ പരിക്കേൽക്കാത്ത രീതിയിൽ നമുക്ക് പൊതുജനത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണത്. അപ്പൊ അതിനൊരു ശ്രമമാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറ്റാത്ത പാട്ട് നമ്മൾ പാടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ശരിയാണ്, ആ ഒരു പാട്ടിന്റെ ജീവനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണല്ലോ ഒരു കഴിവെന്ന് പറയുന്നത്. ഉറപ്പായിട്ടും. ഇന്ന് പക്ഷെ അങ്ങനെ ഇപ്പോ പാട്ട് ഒറിജിനലി അങ്ങനെ പാടിയില്ലെങ്കിലും കുഴപ്പമില്ല, കുറെ ഇംപ്രവൈസേഷൻസ് കൊണ്ട് ആൾക്കാർ അത് നല്ല കാര്യമാണ്. ഇപ്പൊ ഒരാൾക്കൊരു സിംഗിങ് എബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റൂ. ശരിയാണ്. ആ റൂട്ടിൽ ആ സ്കെയിലിനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അത് പണിപാളും. പക്ഷെ അതുപോലെ ആ ഒരു ഇംപ്രവൈസേഷൻ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുണ്ട്. പക്ഷെ അപ്പൊ അവിടെ ഒരു കാര്യം തള്ളിക്കളയുന്നുണ്ട് ഈ ഓഡിയൻസ്. എന്താ വെച്ചാൽ ഈ ഒറിജിനൽ സോങ് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ ഇവിടെ വന്നെന്നുള്ള ഇവര് മറന്നിട്ട് ഒറിജിനലിനേക്കാൾ ബെറ്റർ ആണ് ഇത് പറയുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. മൂഢത്വമുണ്ട്. അതെ, അത് ശരിയല്ല ഉള്ള അഭിപ്രായം. ശരിയാണ്. അതുപോലെ ചേട്ടാ, എനിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ സമയത്ത് ഈ ഒരു ടെൻഷൻസ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറ്? സ്ട്രെസ് ബസ്റ്റർ എന്താണ്? സ്ട്രെസ് അല്ലേ? സ്ട്രെസ് ഒക്കെ ഞാൻ പൊതുവിൽ സഭാകമ്പം ഉള്ള ആളാണ്. ആണല്ലേ? ഞാൻ സത്യം പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിൽ അത് ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചായിരുന്നു. അതായത് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പാടിയതുകൊണ്ട് ഈ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടാവില്ലല്ലേ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. ഇല്ല, അതല്ല. ഞാനിപ്പോ ഓർക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെയൊക്കെ പേടിപ്പിച്ച് വളർത്തിയതാണല്ലോ കുട്ടിക്കാലത്ത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുമ്പോൾ വേഗം ഉറങ്ങിക്കതേ 2 കണ്ണം വരുന്നു, വേഗം ഉറങ്ങിക്കോളാൻ പറയും. അപ്പൊ ഈ 2 കണ്ണം എന്നുള്ള ഒരു ഭീകര രൂപം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ രാത്രി ഇരുട്ടി കഴിഞ്ഞാൽ നമുക്ക് അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പല സാഹചര്യങ്ങളും പേടിപ്പിച്ച് വളർത്തിയുണ്ട്. അത് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, അതുകൊണ്ടായിരിക്കാം അറിയില്ല. ഇപ്പോഴും സഭാകമ്പം ഉണ്ട്, സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഒരു ടെൻഷൻ. പക്ഷെ പണ്ടത്തെ അത്രയും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ പോലും പക്ഷെ അതല്ല നമ്മുടെ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജിനെ ബേസ് ചെയ്തായിരിക്കത്തില്ല ചിലപ്പോൾ. പക്ഷെ അത്രമാത്രം വലിയ സ്റ്റേജിനാകുമ്പോൾ ചിലപ്പോൾ കുറച്ച് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുള്ള സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. അതിനെ പ്രതി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്തു. അപ്പൊ അതിനെ ഓവർകം ചെയ്യുന്നതും പാട്ടിലൂടെ തന്നെയായിരിക്കോ? അല്ല, പാട്ട് പാടിയിട്ടുണ്ട്, അത് മരുന്ന് വെച്ചിട്ടാണ് ഓവർകം ചെയ്തത്. അത് വല്ലാത്തൊരു നമുക്കിങ്ങനെ സ്ട്രെസ് വന്നു കഴിയുമ്പോൾ ഞാനൊരു സയൻസിനെ പറയുന്നത്, സ്ട്രെസ് വന്നു കഴിയുമ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് വയറിനെയാണ്. നമ്മുടെ ഡൈജഷൻ ഡിസോർഡർ ആകും. അപ്പൊ ഡൈജഷൻ ഡിസോർഡർ ആയിട്ട് അത് പിന്നെ ഏറ്റവും അടുത്ത് ബാധിക്കുന്നത് നമ്മുടെ ത്രോട്ടിനെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സിംഗിങ് എബിലിറ്റി കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും ടെൻഷൻ. നമ്മളിതുകൊണ്ട് ജീവിക്കുന്ന ആളല്ലേ. നമുക്കൊരു പ്രോഗ്രാം ബുക്ക് ചെയ്താൽ അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന് ചെല്ലാൻ പറഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ആശങ്ക കൊണ്ട് വീണ്ടും അത് കുളമാകും. നമ്മളെല്ലാവരും ശബ്ദം കൊണ്ട് ജീവിക്കുന്നവരാ. അതെ, ഒരു ഘട്ടം ഒരു 40s ഒട്ടുമിക്കവാറും ഗായകർക്ക് ഉണ്ടായിട്ട്. അപ്പൊ ഞാനിതിനെ ഓവർകം ചെയ്തുകൊണ്ട് അതിനുശേഷം എന്നേക്കാൾ പ്രായം കുറഞ്ഞ കുറെ പേര് എന്നെ വിളിച്ചിങ്ങനെ ഇത്തരം പ്രശ്നം പറഞ്ഞപ്പോ അവരൊക്കെ എനിക്ക് ധൈര്യപൂർവ്വം സമാധാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ആശ്വാസം. അവരൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇനി മുന്നോട്ട് ജീവിതമില്ല എന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതെ, അങ്ങനെ ആയിപ്പോ ചിന്തിച്ചു. നമുക്ക് പാടുക എന്നുള്ളത് ആണല്ലോ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ജീവശ്വാസം പോലെ നമുക്കുള്ളത് പാടുക എന്നുള്ള കാര്യം. അപ്പോ അത് പറ്റിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. അത് കിട്ടാതെ നമ്മളെ ബാധിക്കും. അപ്പൊ ടെൻഷൻസ് ഒക്കെ വരുമ്പോ അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പാട്ടിലേക്ക് പോകാൻ കേട്ടോ ഗണേശേട്ടാ.
ആയിക്കോട്ടെ, നല്ലൊരു പാട്ട് പ്ലേ ചെയ്യൂ. ഓക്കെ, നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Once again, welcome back to SK Hotspot. ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ഒരു പിന്നണി ഗായകനാണ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ തറച്ച കുറേ പാട്ടുകളുടെ ശബ്ദത്തിനുടമയാണ് നമ്മുടെ സ്വന്തം ഗണേഷ് സുന്ദരം. എനിക്ക് തോന്നുന്നു സിനിമാ പാട്ടുകളെക്കാൾ കൂടുതൽ ചേട്ടൻ പാടിയിരിക്കുന്നത് ഭക്തിഗാനങ്ങളാണല്ലേ, ഡിവോഷണൽ സോങ്സ് ആണ്. അപ്പൊ അതിൽ പെട്ടെന്നൊന്ന് നമ്മൾ കുറെ നേരമായി ചേട്ടന്റെ ഒരു പാട്ട് കേട്ടിട്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു ഭക്തിഗാനം നമുക്ക് വേണ്ടി പാടാമോ? 2 വരി മതി. പാടാലോ. എന്തുകൊണ്ടറിവീല കണ്ണാ നിൻമുന്നിലൻ കണ്ണു നിറഞ്ഞു പോയി, ദുരിതങ്ങളോർത്തുള്ള കണ്ണുനീരും നിന്റെ തിരുമുന്നിൽ ചിരി തൂകി മാഞ്ഞു പോയി, സുഹൃതമെന്നോർത്തു മറഞ്ഞു പോയി. എന്തുകൊണ്ടറിവീല കണ്ണാ നിൻമുന്നിലൻ കണ്ണു നിറഞ്ഞു പോയി. ഞാൻ പാടിയെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. ആണല്ലേ? ഓ, ഇതുപോലെ കുറെ ശ്രീരാമ മറ്റേ ഈ കർക്കിടക മാസം വരുന്ന കുറെ എന്റെ പാട്ടുകൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഷോർട്ട് വീഡിയോസ് ആയിട്ട്. അപ്പൊ അത് എല്ലാരും എനിക്ക് ഷെയർ ചെയ്യും. അവർക്കറിയില്ല, പക്ഷെ ഞാൻ പാടിയതാണ്. ഈവൻ ഗുരുതി പൂജ പോലെ ഗുരുതി പൂജ അതൊരു റെക്കോർഡായിരുന്നു. കാരണം മീൻസ് അത് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെട്ട ഒരു ആൽബം ആയിരുന്നു അത് അന്നത്തെ കാലത്ത്. 98 അത് ഇറങ്ങിയത്. അന്ന് തൊട്ട് 2000 വരെ ഏതാണ്ട് എത്രയോ ലക്ഷം കോപ്പീസ് അത് ഇറങ്ങിയിരുന്നു. അപ്പൊ അത്തരത്തിൽ അത് റൈറ്റപ്സ് ഒക്കെ വന്നതാ. അപ്പൊ അങ്ങനെ എന്താ പറയാ, സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അങ്ങനെ പലതും ഉണ്ട്. അതുപോലും ജനത്തിന് പലപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങളിലും നമ്മുടെ തൊട്ടു മുമ്പിലുള്ള ആളുടെ റിംഗ് ടോൺ ഞാൻ പാടി ഇത്തരത്തിലുള്ള പല പാട്ടുകളായിരുന്നു. അവരെന്നെ കാണുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എന്നെ തിരിച്ചറിയാൻ ഇല്ല. അതാണ്. എന്തായാലും ആ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അതുപോലെ ഇനി നമുക്ക് ചേട്ടന്റെ ഭാവിയിലുള്ള ഇനി ഡ്രീംസ് എന്തൊക്കെയാണെന്നാണ് അറിയാനുള്ളത്. അതുപോലെ ഇനി വരാനിരിക്കുന്ന പ്രൊജക്ട്സ്, നമ്മൾ ഏതൊക്കെ പാട്ടുകളിൽ ഗണേഷ് സുന്ദരം എന്ന വ്യക്തിയുടെ നമ്മുടെ ഗണേഷ് ചേട്ടന്റെ സൗണ്ട് പ്രതീക്ഷിക്കണം എന്നാണ് നമുക്കറിയാനുള്ളത്. അതെ, വരാനുള്ള പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ജങ്കാർ എന്നുള്ള സിനിമയുണ്ട് ഇറങ്ങാനായിട്ട്. പിന്നെ വേറെ 2 സിനിമകളുണ്ട്. അതിന്റെ ടൈറ്റില് എനിക്ക് കിട്ടിയിട്ടില്ല, എന്താണ് പേരിന് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ 2-3 സിനിമകൾ ഇപ്പൊ ഇറങ്ങാനുണ്ട്. മെലഡീസ് ആയിരിക്കോ? ഒരു ഫോക്കസ് ആണെന്ന്, മറ്റു 2ഉം മെലഡികളാണ്. ആണല്ലേ? ഓക്കെ. ഒരു ഡിവറ്റ് ജങ്കാറിലെ സോങ് ഒരു ഡിവറ്റ് സോങ് ആണ്. കൊള്ളാം. അതുപോലെ ഇനി ചേട്ടന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇനി അച്ചീവ് ചെയ്യണം എന്ന് ചേട്ടന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളൂ. നമുക്ക് എന്താ പറയാ, ശബ്ദം നന്നായിരിക്കുന്ന കാലത്തോളം പാടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മോഹം. അതെ, അപ്പൊ അങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് വലിയ മഹാഭാഗ്യമാണ്. ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള എല്ലാ ദിവസവും റെക്കോർഡിങ്, എല്ലാ ദിവസവും പ്രോഗ്രാം എന്നുള്ള അവസ്ഥയല്ല. അങ്ങനെയല്ല, നമുക്ക് സെലക്റ്റീവായിട്ട് അത്യാവശ്യം നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ പാട്ട് കാര്യങ്ങൾ. അങ്ങനെ ശാന്തമായിട്ട് അങ്ങനെ പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരൊറ്റ കാര്യം കൂടിയും പറയാണ് ഞാൻ കുറെ നേരമായി ചേട്ടനോട് ഒറ്റ ക്വസ്റ്റിനോടെ ഉള്ളൂ എന്ന് പറയുന്നത്. കുഴപ്പമില്ല, എത്ര ചോദിച്ചോളൂ. അതാണ് ഗണേശ് ചേട്ടാ, ചേട്ടന്റെ ലൈഫിൽ ചേട്ടനെ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? അതെന്റെ കുടുംബം, എന്റെ പാരമ്പര്യം ഒക്കെ എനിക്ക് വലിയ ഭാഗ്യമാണ് കേട്ടോ. കാരണം അതെ, അത് വിശദീകരിക്കണോ? പറഞ്ഞോളൂ. അല്ല, മീൻസ് ഇപ്പൊ എന്റെ അമ്മയുടെ അച്ഛൻ, അദ്ദേഹത്തിന് ഒരു നിക് നെയിം ഉണ്ടായിരുന്നു, ഒരു ഇരട്ട പേര്. ഹരിശ്ചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, കാരണം അദ്ദേഹം തമാശക്ക് പോലും നുണ പറയില്ലായിരുന്നു അത്രേ. പിന്നെ എന്റെ അച്ഛനെ കുറിച്ചാണെങ്കിൽ, അച്ഛനെ അടുത്തറിഞ്ഞിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത്ര അടുത്തറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ പോലും അദ്ദേഹത്തിന്റെ ഹൃദയ നൈർമല്യത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോ അതൊരു ഭയങ്കര സുഹൃതമാണ്. പിന്നെ എനിക്ക് എന്റെ ജീവിത പങ്കാളിയായിട്ട് വന്നിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നത്, അവര് ഈ പറഞ്ഞ പോലെ ഒരു നന്മയുള്ള ഹൃദയമാണ്. അപ്പോ ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമാണല്ലേ?
സന്തോഷമാണ്, ഭാഗ്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഭാഗ്യങ്ങളെല്ലാം ഫുൾ ടൈം ഫോർ എവർ ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവട്ടെ. അതുപോലെ ഞങ്ങൾക്ക് ചേട്ടൻ പറഞ്ഞല്ലോ നേരത്തെ ഒരുപാട് നാള് ഇതുപോലെ പാടണം എന്ന് തന്നെയാണ് മോഹം. അതുപോലെ ഞങ്ങൾക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റഡ് എന്ന് തന്നെ പറയാനുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ വോയിസ് ഇനിയും നിരവധി സിനിമകളിലും അതുപോലെ ഭക്തിഗാനങ്ങളിലൂടെയും കേട്ട് ഞങ്ങളുടെ എന്താ പറയാ ചെവികളൊക്കെ അങ്ങോട്ട് സൂപ്പർ ആവാനായിട്ട് ഞങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവട്ടെ, മനസ്സും ഹൃദയവും ഒക്കെ നിറയട്ടെ. അതെ, അത്തരത്തില് നിങ്ങളുടെ ചെവിയിൽ തേൻ നിറയ്ക്കുന്ന ഗാനങ്ങളാണ് എന്റെ ശബ്ദത്തിൽ നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പരം ആനന്ദം എന്താ എനിക്ക് വേണ്ടത്. ഒരു സിംഗർ എന്ന നിലയിൽ അത്തരത്തിലുള്ള ഗാനങ്ങൾ പാടാൻ എനിക്ക് വീണ്ടും സാഹചര്യം ഉണ്ടായിട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആശംസകൾക്ക്, ഹൃദയം നിറഞ്ഞ ഈ ആശംസകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല. ഓക്കെ, അപ്പോ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. കാരണം ഇനി ഗണേശേട്ടാ നമ്മുടെ ഈ ഒരു ടൈം തീരുവാണ് കേട്ടോ. നമ്മുടെ SK ഹോട്ട്സ്പോട്ടിന്റെ സമയം തീരുവാണ്. എന്തായാലും സമയം പോയതേ അറിഞ്ഞില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, എസ്പെഷ്യലി ഗണേഷ് ഏട്ടന്റെ കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ബട്ട് എന്താ പറയാ, എനിക്കും ഒരു ബ്രദർ എന്നുള്ളൊരു ഫീല് എനിക്കും വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചു എന്ന് എനിക്കും തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ നമ്മള് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഇന്റർവ്യൂ വളരെ ഗംഭീരമായിരുന്നു. നല്ല രീതിയിൽ നല്ല ഓപ്പോസിറ്റുള്ള ആൾക്ക് ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. താങ്ക് യു സോ മച്ച്. കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അതെ, എന്നാൽ പോലും അത് വേണം, അതൊരു മര്യാദയാണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട മര്യാദയാണ്. ഉറപ്പായിട്ടും. ഇനി ഒരു ഒറ്റ കാര്യം കൂടി ഉണ്ട്. ഒറ്റ പാടിയില്ലല്ലോ നമ്മൾ. ഞാൻ അതിലേക്ക് വരുമായിരുന്നു. ഏത് പാട്ട് പാടും? നമുക്ക് ആ ഓണപ്പാട്ട് മറ്റേ തിരുവോണപ്പുലരിയിൽ ഒരുമിച്ച് പാടാം. തിരുവോണപ്പുലരി ഏതാ ചേട്ടാ? തിരുവോണപ്പുലരി. സത്യം ആ രണ്ടുപേരും മാത്രമേ എനിക്ക് അറിയുള്ളേ. അത്രയും പാടിയാൽ ബാക്കി ഞാൻ പാടിക്കോളാം. ഓക്കെ. അപ്പോ നമ്മള് പാടാൻ പോവാണ്. എന്റെ ഒരു വലിയൊരു ആഗ്രഹം സാധിക്കാൻ പോണ ഒരു ഗ്രേറ്റ് പ്ലേ ബാക്ക് സിംഗറിന്റെ കൂടെ പാടാനായിട്ട് ഞാൻ പോവാണ്. യെസ് അന്ന പൊളിക്ക്. ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചതാ. തീർച്ചയായിട്ടും എല്ലാ പ്രോത്സാഹനങ്ങളും ഞാനും തരുന്നു. അതെ, താങ്ക് യു. ബാക്കി പ്രോത്സാഹനം കേട്ട് കഴിഞ്ഞ ഓഡിയൻസും തന്നു. അതെ, തരണം എന്നൊക്കെ ഭീഷണി. ഓക്കെ ചേട്ടാ. അതെന്താ വെച്ചാല് ഈ പാട്ട് സത്യം പറഞ്ഞ ഒരു കാര്യം പറയാം. ഈ എന്നെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ. പ്രകൃതി തന്നെ ചില മാറ്റങ്ങൾ വരുത്താറുണ്ടല്ലോ. നമുക്ക് ചില ദിവസങ്ങളിലെ വെയിൽ കാണുമ്പോൾ, കാറ്റടിക്കുമ്പോൾ അതൊക്കെ നമ്മളിലേക്ക് ഓണം കൊണ്ടുവരും. പിന്നെ അതിനൊപ്പം ഓണം അത് പൂർണ്ണമാണെങ്കിൽ എനിക്ക് ഈ ഒരു പാട്ട് കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പാട്ടായതുകൊണ്ടായിരിക്കാം. വാണിയമ്മ പാടിയിട്ടുള്ള നമ്മുടെ തമ്പിസാർ എഴുതി അർജുന മാഷ് കമ്പോസ് ചെയ്ത പാട്ട്. ഞാൻ എല്ലാ ഓണക്കാലത്ത് ഇന്റർവ്യൂവിൽ ഈ പാട്ട് പാടാറുണ്ട് കേട്ടോ. അപ്പോ ഇതൊരു തുടർന്ന് വരുന്ന ഒരു പാരമ്പര്യം ആണെന്ന് കൂടി നമുക്ക് പറയാം, അല്ലേ? അതെ, നമുക്ക് ഒരുമിച്ച് പാടിയാലോ ഈ പാട്ട്? ഉറപ്പായിട്ടും. അന്ന ഒരു മികച്ച ഗായിക ആയിരിക്കുന്നിടത്തോളം നമുക്ക് എന്തായാലും ഇത് ഒരുമിച്ച് പാടാം. ഗണേശേട്ടാ ഓക്കെ, തുടങ്ങാം. മുഖസ്തുതി പറയാറില്ല കേട്ടോ. ഞങ്ങൾ നിങ്ങൾ ചിരിക്കണ്ട, ഞാൻ മുഖസ്തുതി പറയാറില്ല. ഇല്ല, അങ്ങനെ പറയുന്ന ആളല്ല. അപ്പൊ പാടാം അല്ലേ? ഉറപ്പായിട്ടും തുടങ്ങിക്കോ. ശ്രുതി ഇതാണ്. 1 2 3 4. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. എന്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു. വളരെ സന്തോഷം. അപ്പോ എല്ലാവർക്കും കൂടി നമുക്ക് ഒരു അടിപൊളി ഓണം വിഷസ് അറിയിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. പിന്നല്ല. അപ്പോ ഈ ഒരു സംഗീതമയമായിട്ടുള്ള SK ഹോട്ട്സ്പോട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എനിക്കും അതുപോലെ നമ്മുടെ ഗണേശ് ചേട്ടനും പോകാനുള്ള സമയമായിട്ടുണ്ട്. ബട്ട് ഒരു അടിപൊളി സമയം തന്നെയായിരുന്നു നിങ്ങൾക്കും എന്ന് ഞാനും പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ നമ്മൾക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സ്വന്തം ഗണേശ് ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഒരുപാട് താങ്ക്സ് പറയാണ്. ഇത്രയും സമയം ചേട്ടൻ്റെ ഷോയുടെ സമയത്തിന്റെ നേരത്താണ് നമ്മളുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്ത് വന്നത്. ചേട്ടാ, താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us. താങ്ക് യു. ഇനിയും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ SK ഹോട്ട്സ്പോട്ടിൽ എത്തും വരെ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ. ദിസ് ഇസ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെ ഉണ്ടായിരുന്നത് അന്ന. 89.6 FM സർഗക്ഷേത്ര.